മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ ശുക്രനെ കുറച്ചു ദൂരം പഠിച്ച് നമ്മൾ നിർത്തി. ഇനി കുറച്ചുകൂടി പറയാനുണ്ട്. അപ്പോൾ ശുക്രന്റെ പൊതുവായ കാര്യങ്ങളൊക്കെ പഠിച്ചു. കാരകത്വങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാരകത്വങ്ങൾ കുറച്ചേ ഉള്ളൂ. നമ്മൾ കാരകത്വമല്ല പഠിക്കുന്നത്, ശുക്രനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത്. ശുക്രനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പഠിക്കുന്നത്. അതിൽ പൃഗു സുഖി കാന്തബു അത് പഠിച്ചു. പിന്നെ വേറെ എന്ത് പഠിച്ചത്? നൃത്തത്തിന്റെ ദാമ്പത്യ സുഖത്തിന്റെ ആളാണ്, വിവാഹകാരകനാണ്. പിന്നെ അസുഖങ്ങളുടെ കാര്യം പഠിച്ചു. ലഗ്നത്തില് ശുക്രൻ നിന്നാൽ, 7 ശുക്രൻ നിന്നാൽ, 12 നിന്നാൽ, അതെല്ലാം പഠിച്ചു. ഇനി അടുത്ത് ശുക്രൻ ഓരോ രാശികളിൽ നിന്നാൽ, പ്രധാനപ്പെട്ട രാശികളിലും മേടത്തിൽ ശുക്രൻ നിന്നാൽ എങ്ങനെ, അത് കഴിഞ്ഞ് വരുന്നത് കർക്കടകം, ചിങ്ങം, കന്നി, വൃശ്ചികം, മകരം, കുംഭം, ഈ രാശികളിലൊക്കെ. ഇതൊക്കെയാണ്. ഇവിടെയൊക്കെ ശുക്രന്റെ സ്ഥിതി മോശമാണ്. ശുക്രൻ നിൽക്കുന്നത് നല്ല ഫലമല്ല പറയുന്നത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല ഫലമാണ് പറയുന്നത്. ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ നിന്നാൽ നല്ല ഫലമല്ല, ശനിയുടെ രാശിയിൽ നിന്നാൽ നല്ല ഫലമല്ല, ചന്ദ്രന്റെ രാശിയിൽ നല്ലതല്ല, സൂര്യന്റെ രാശിയിൽ ഒരുവിധം നല്ല ഫലമാണ് പറയുന്നത്. പിന്നെ നീചത്തിൽ നിന്നാൽ നല്ല ഫലമല്ല. അതെന്തൊക്കെയെന്ന് നോക്കണം. പിന്നെ ദ്വിഗ്രഹ യോഗം, ചൊവ്വയും ശുക്രനുമായിട്ട് ഒരുമിച്ചാൽ എങ്ങനെ, ശുക്രനും ശനിയുമായിട്ട് ഒരുമിച്ചാൽ എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. അത് ശകലം കൊണ്ട് പഠിക്കാൻ നമുക്ക് നോക്കാം. ആദ്യം മേടത്തിലും ആദ്യം ചന്ദ്രന്റെ രാശിയിൽ ശുക്രൻ നിന്നാൽ എന്ത് ഫലം? ഈ പറയുന്നതൊക്കെ 16ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്, 16ൽ വരുന്നതാണ്. അത് ഞാൻ പറഞ്ഞിട്ട് അത് പറഞ്ഞു തരാം. 16ല് 29 ആദ്യത്തെ 2 വരിയാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. 16ല് 16ാമത്തെ ചാപ്റ്ററിൽ പോരാ, 16ാമത്തെ ചാപ്റ്ററില് 29ാമത്തെ ശ്ലോകത്തില് 1ഉം 2ഉം വരി ചന്ദ്രന്റെ രാശിയിൽ ശുക്രൻ നിന്നാലുള്ള ഫലവും സൂര്യന്റെ രാശിയിൽ ശുക്രൻ നിന്നാലുള്ള ഫലവും എന്നാണ്. ആദ്യം ചന്ദ്രന്റെ രാശി, കർക്കടകത്തിൽ ശുക്രൻ നിന്നാൽ എങ്ങനെ പറയാം? ദ്യുപാര്യോ അർത്തി പീരു പ്രബലമത ശോകശ്ച ശശിപേ. ദ്യുപാര്യോ അർത്തി. എല്ലാവരെയും കയ്യിൽ ആ ചെറിയ ബുക്കുണ്ടോ? ഓരയുടെ പോക്കറ്റ് സെറ്റ് ബുക്ക് ഉണ്ടല്ലോ, അതെല്ലാവരുടെ കയ്യിലുണ്ടോ? ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അതൊന്ന് വാങ്ങിച്ച കയ്യിൽ വെച്ചേക്കണം, എന്നാലേ പറ്റുള്ളൂ. വലിയ ബുക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ ബുക്ക് വേണം. എങ്കിലും പറഞ്ഞു തരുമ്പം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ചന്ദ്രരാശിയിൽ ശുക്രൻ നിന്നാൽ ദ്യുപാര്യോ അർത്തി. അർത്തി എന്ന് വെച്ചാൽ ആഗ്രഹം. ദ്വിപാര്യോ 2 ഭാര്യയിൽ ആഗ്രഹം ഉണ്ടാകും എന്നാണ്. എന്ന് വെച്ചാൽ 2 ഭാര്യ ഉണ്ടാകാനുള്ള ചാൻസ് വരും. ദ്വിപാര്യോ അർത്തി പീരു, പീരുത്വം ഉണ്ടാവും. പീരു ഭയം, പ്രബല മത, ഭയങ്കര ഗർഭവും ശോകവും ഉണ്ടാവും. ശോകച്ച ശശിപേ. ശശി ചന്ദ്രന്റെ രാശിയിൽ നിന്നാൽ ദ്വിപാര്യോ അർത്തി 2 ഭാര്യയ്ക്കുള്ള ആഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് കർക്കടകൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്നവർക്കെല്ലാം 2 ഭാര്യ ഉണ്ട് എന്നൊന്നും നമ്മൾ ചാടിക്കാരി പറയാൻ പോകരുത്. വേറെയും അതിലേക്കുള്ള ചാൻസുകൾ ഉണ്ടോ എങ്കിലേ അത് പറയാവൂ. ഇത് ഒരു പോസിബിലിറ്റി മാത്രമാണ്. കർക്കടകൻ രാശിയിൽ ശുക്രൻ നിൽക്കുകയും അത് 7ാം ഭാവമായിട്ടൊക്കെ വരികയും ചെയ്യുക. വേറെയും 2 ഭാര്യയ്ക്ക് അതിനൊരു പാപഗ്രഹ ബന്ധവും കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വിട്ടിട്ട് 2 ഭാര്യയുടെ ഉണ്ടാവും. അത് നമുക്ക് പഠിക്കാം. അത് ഭാവചിന്തയിൽ വരുന്നതാണ്. 7ല് ശുഭനും ഭാവനും കൂടി നിന്നാൽ 2ാമത് വേൾക്കപ്പെടുമെന്നാണ്. അങ്ങനെയൊക്കെ വന്നാലേ വരുള്ളൂ, അല്ലാതെ വരൂല. നമ്മൾ അറിഞ്ഞിരിക്കുക.
അപ്പോൾ കർക്കടകത്തിലെ ശുക്രൻ നിന്നാൽ ദ്വിപാര്യോ അർത്ഥി, രണ്ട് ഭാര്യയുടെ ആഗ്രഹം ഉണ്ടാവും, പീരുത്വം ഉണ്ടാകും. പിന്നെ വരുന്നത് പ്രബല മത ശോകശ്ച, പ്രബല മത ഗർവും ശോകവും ഉണ്ടാവും. ഗർവൊക്കെ ഉണ്ടാവും, ശോകമുണ്ടാകും. അത് ഈ സെക്സിന് അത്ര നല്ലതല്ല. ചന്ദ്രനും ശുക്രനും കൂടി ഒരുമിക്കുന്നതും സെക്സിന് നല്ലതല്ല. ചന്ദ്രനും ശുക്രനും ഒരുമിക്കുക, ചന്ദ്രനും ശനിയും ഒരുമിക്കുക, ശുക്രനും ചന്ദ്രനും ഒരുമിക്കുക, ശുക്രനും ശനിയും ഒരുമിക്കുക, ശുക്രനും ചൊവ്വയും ഒരുമിക്കുക, ഇതൊന്നും നല്ലതല്ല. ശുക്രൻ ഒരുമിച്ചാൽ ആരുമായിട്ട് ഒരുമിച്ചാൽ കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴവും ബുധനുമായിട്ട് ഒരുമിച്ചാൽ കുഴപ്പമില്ല. വേറെ ആരുമായിട്ട് ചേർന്നാലും നല്ലതല്ല ശുക്രൻ. ദ്വിപാര്യോ അർത്ഥി ഭീരു പ്രബല മത ശോകശ്ച ശശിപേ, അങ്ങനെ എടുക്കണം. ദ്വിപാര്യോ അർത്ഥി, രണ്ട് ഭാര്യയ്ക്കുള്ള ആഗ്രഹം ഉണ്ടാകും. പ്രബല മത പീരുത്വം ഉണ്ടാകും. പിന്നെ വേറെ എന്തുണ്ടാകും? പ്രബല മത എന്ന് പറഞ്ഞാൽ ഗർവും ശോകവും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ശുക്രൻ 7ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ, കർക്കടകം 7ാം ഭാവമായിട്ട് ശുക്രൻ വന്നാൽ ഇങ്ങനെ പറയാം. മകര ലഗ്നവും കർക്കടകത്തിലെ ശുക്രനും വന്നാൽ എത്രാം ഭാവത്തിൽ വരും? മകര ലഗ്നവും കർക്കടകത്തിലെ ശുക്രനും വന്നാൽ ശുക്രൻ എത്രാം ഭാവത്തിൽ വരും? 7. ഇനി ശുക്രൻ 10ാം ഭാവമായിട്ട് വന്നാലോ എങ്ങനെ വരാം? തുലാ ലഗ്നവും കർക്കടകത്തിലെ ശുക്രനും, തുലാ ലഗ്നവും കർക്കടകത്തിലെ ശുക്രനും വന്നാൽ എങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം? അപ്പോൾ എത്രാം ഭാവത്തിൽ വരും? തുലാ ലഗ്നത്തിന് കർക്കടകത്തിലെ ശുക്രൻ വന്നാൽ ശുക്രൻ എത്രാം ഭാവത്തിൽ വരും? അപ്പോഴെങ്ങനെ പറയാം? രണ്ട് ജോലി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട്. രണ്ട് ജോലി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ തൊഴിൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞുകൂടെ? പറയാം. അങ്ങനെയും അങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ. ജാതകങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുക എന്നുള്ള അർത്ഥമുണ്ട്. ഭരണം നടത്തുക എന്നുള്ള അർത്ഥവും കൂടി എടുക്കാൻ വേണമെങ്കിൽ ഭാര്യ തന്നെ വരണമെന്നില്ല. 10ാം ഭാവമായിട്ട് വന്നാൽ 2 തൊഴിൽ വരാം. അങ്ങനെയും വന്നു കൂടായികയില്ല. കർക്കടകത്തിലെ ശുക്രൻ നിന്നാൽ ദ്വിപാര്യോ അർത്ഥി ഭീരു പ്രബല മത ശോകച്ച ചേവേ. ചിങ്ങം രാശിയിലെ ശുക്രൻ വന്നാലോ? അടുത്ത ലൈൻ. ഹരൗ യോഷ പ്രാപ്ത പ്രവര യുവതർ മന്നതനയ. സ്ത്രീകളിൽ നിന്ന് ശ്രേഷ്ഠമായ ഭാര്യയായിട്ട് കിട്ടും. പുത്രന്മാർ കുറവായിരിക്കും. സ്ത്രീകളിൽ നിന്ന് ധനം കിട്ടും. ഹരൗ യോഷ പ്രാപ്ത പ്രവര യുവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ സ്ത്രീ ഭാര്യയായിട്ടിടും. മന്നതനയ എന്ന് പറയുകയാണ്. അതായത് ചിങ്ങം രാശിയില് ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ, ചിങ്ങം രാശിയിൽ ശുക്രൻ നിന്നാൽ ശ്രേഷ്ഠമായ ഭാര്യയോടുകൂടിയും സ്ത്രീകളിൽ നിന്ന് ധനം ലഭിച്ചും പുത്രന്മാർ കുറഞ്ഞും ഇരിക്കും എന്നാണ് പറയുന്നത്. ശ്രേഷ്ഠമായ സ്ത്രീ ആയിരിക്കും ഭാര്യയായിട്ട് കിട്ടുന്നത്. ശ്രേഷ്ഠയായ ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് കിട്ടും. അതായത് ഹരവ് എന്ന് വെച്ചാൽ ചിങ്ങരാശി. യോഷാപ്രാപ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ നിന്ന് ധനം കിട്ടുക. പ്രവര യുവതി, ശ്രേഷ്ഠമായ സ്ത്രീ ഭാര്യയായിട്ട് കിട്ടും. ശ്രേഷ്ഠമായ സ്ത്രീ അല്ലെങ്കിൽ നല്ല ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് കിട്ടുന്നത് നല്ല സ്ത്രീ ആയിരിക്കും. അപ്പോൾ നല്ല ഫലമാണ് പറയുന്നത്. സൂര്യന്റെ രാശിയിൽ ശുക്രൻ നിന്നാൽ നല്ല ഫലമാണ് പറയുന്നത്. ശ്രേഷ്ഠയായ സ്ത്രീയെ ഭാര്യയായിട്ട് കിട്ടും. സ്ത്രീകളിൽ നിന്ന് ധനവും കിട്ടും. സ്ത്രീകളിൽ നിന്ന് ധനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുക്രൻ എത്രാം ഭാവപതി എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പറയേണ്ടി വരും. 7ാം ഭാവമായിട്ട് വന്നാൽ ഭാര്യയിൽ നിന്ന് കിട്ടും. 4ാം ഭാവപതിയാണ് ശുക്രനാണെങ്കിൽ, ശുക്രൻ 4ാം ഭാവപതിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരാൻ വേണമെങ്കിൽ അമ്മയിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ സഹോദരിയിൽ നിന്ന് കിട്ടാം. അങ്ങനെയൊക്കെ വരാം. സ്ത്രീകളിൽ നിന്ന് ധനം കിട്ടും എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹരൗ യോഷാപ്രാപ്ത പ്രവര യുവതിർ മന്നതനയ.
കരൗ യോഷാപ്രാപ്ത പ്രവര യുവതർ മന്ന തനയ എന്നാണ് പറയുന്നത്. ശ്രേഷ്ഠമായ സ്ത്രീയെ ഭാര്യയായിട്ട് കിട്ടും, സ്ത്രീകളിൽ നിന്ന് ധനവും കിട്ടും എന്ന് പറയുന്നു. ചിങ്ങം രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഉള്ള ഫലം അത് മറക്കാതിരിക്കണം. യോഷാപ്രാപ്ത പ്രവര യുവതിർ മന്നതനയ. മന്നതനയ കഴിവ് കുറഞ്ഞ പുത്രൻ എന്നാണോ അതോ പുത്രന്മാര് കുറവെന്നോ? മന്നതനയ, മന്ന എന്ന് വെച്ചാൽ പുത്രന്മാര് കുറവെന്നുള്ള അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. തനയ, മന്ന എന്ന് വെച്ചാൽ മന്നത എന്ന് പറഞ്ഞ മന്നൻ എന്ന് വെച്ചാൽ സ്ലോ എന്നർത്ഥം. ഇവിടെ സ്ലോ, ഇപ്പം മന്നൻ എന്ന് പറയാൻ കാര്യം തന്നെ മുടന്തൻ എന്നുള്ള അർത്ഥം, സ്ലോ എന്നുള്ള അർത്ഥം, സ്ലോവസ്റ്റ് മൂവിങ് പ്ലാനറ്റ് എന്നുള്ള അർത്ഥമാണ് ചെയ്യുന്നത്. ഇവിടെ സന്താനം കുറവ് എന്നുള്ള അർത്ഥത്തിലാണ് എടുത്തിരിക്കുന്നത്. മന്നതനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയുടെ പുത്രൻ എന്നുള്ള അർത്ഥത്തിലല്ല വരുന്നത്. അങ്ങനെയല്ല, സന്താനം കുറവ് എന്നുള്ള അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത്. ഓരയില് കൈക്കുളങ്ങരയുടെ ബുക്കിലും മറ്റു ബുക്കുകളിലെല്ലാം ഞാൻ തിരക്കി നോക്കിയപ്പോഴും അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. മന്നതനയ, സന്താനം കുറവായിരിക്കും, നല്ല സ്ത്രീയെ ഭാര്യയായിട്ട് കിട്ടും, സ്ത്രീകളിൽ നിന്ന് ധനം കിട്ടും എന്ന് പറയുന്നു. അത് 7ാം ഭാവമായിട്ട് വന്നാൽ ഭാര്യയിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ചിങ്ങത്തിലും കന്നിയിലും നിന്നാൽ. ഇനി അടുത്ത് പറയുന്നത് ശ്രദ്ധിച്ചുകൊള്ളണം. കുജന്റെ രാശിയിൽ നിന്നത് വളരെ ശ്രദ്ധിച്ചുകൊള്ളണം. ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ നിന്നാൽ പറയുന്ന ഫലം നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റിയ ഫലമല്ല പറയുന്നത്. വളരെ മോശപ്പെട്ട ഫലമാണ് പറയുന്നത്. ചൊവ്വയുടെ രാശിയിൽ കർക്കടകത്തിലും മേടത്തിലും വൃശ്ചികത്തിലും ശുക്രൻ നിന്നാൽ, ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ, അത് കാണാതെ പഠിച്ചു വെച്ചേക്കണം. ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ നിന്നാൽ പരയുവതിരഥ, അത് വായിക്കാനൊക്കെ ഇത്തിരി പാടാണ്. പരയുവതിരഥ തദർത്ഥവാദർ കൃതവിഭവ കുലപാംസന കുജർഷേ. പരയുവതിരഥ, പരയുവതികളിൽ ശക്തനായിരിക്കും, മറ്റ് സ്ത്രീകളിൽ ഉള്ള ബന്ധം ഉണ്ടാവും, മറ്റ് സ്ത്രീകളിൽ ആഗ്രഹം ഉണ്ടാകും. മാരേജിന് ശേഷമാണ് കൂടുതൽ ഇത് കണ്ടുവരുന്നത്. മാരേജിന് ശേഷം മറ്റ് സ്ത്രീകളിൽ താല്പര്യം ഉണ്ടാകും. പരയുവതിരഥ തദർത്ഥവാദർ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ധനം ചെലവാക്കും. കൃതവിഭവ കുലപാംസന കുജർഷ, പരസ്ത്രീ ശക്തനായിരിക്കും, അതിനു വേണ്ടി ധനം വിനിയോഗം ചെയ്യും, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കും എന്നാണ് പറയുന്നത്. കൃതവിഭവ കുലപാംസന കുജർഷേ. കുജന്റെ അക്ഷം എന്ന് വെച്ചാൽ രാശി. കുജന്റെ രാശിയിൽ ശുക്രൻ നിന്നാൽ, ശുക്രന്റെ ഫലം പറഞ്ഞുകൊണ്ട് പോകുന്നിടത്താണ് ഇത് പറഞ്ഞു വരുന്നത്. അതിന്റെ കണ്ടിന്യൂറ്റിയാണ്. പരയുവതർ കൃതവിഭവ കുലപാംസന കുജർഷേ എന്നെടുക്കണം. അതിലേക്ക് കിടക്കുന്നത് 16-27 എല്ലാം കൂടി ഒറ്റ ലൈനിലാണ് കിടക്കുന്നത്. പരയുവതിരഥവാദർ കൃതവിഭവ കുലപാംസന കുജർഷേ എന്ന് കിടപ്പുണ്ട്. പരയുവതിരഥ തദർത്ഥവാദർ, ഈസ് കിടപ്പുണ്ട്, ഈസിന് അവിടെ സ്ഥാനമില്ല. തദർത്ഥവാദർ കൃതവിഭവ കുലപാംസന കുജർഷേ. പരയുവതിരഥ, അവിടെ കോമയിട്ടിട്ട് തദർത്ഥവാദർ ഹൃദവിഭവ കുലപാംസന കുജർഷേ. കുജന്റെ അർഷത്തില് രാശിയില് ശുക്രൻ നിന്നാൽ പരസ്ത്രീ ശക്തനായിരിക്കും, പരസ്ത്രീയിൽ താല്പര്യമുള്ളവനായിരിക്കും, അതിനുവേണ്ടി ധനം വിനിയോഗം ചെയ്യും, ധനം തുലയ്ക്കും, കുടുംബത്തിന് മോശമായ പേരും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കുലപാംസന, കുടുംബത്തിന് മോശമായ പേരുണ്ടാക്കി. ഇങ്ങനെ ഒരു ഫലം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. വളരെ മോശമായ ഫലമാണ് ഇത്. 7ാം ഭാവമായിട്ട് വരുമ്പോഴാണ് കുറച്ച് കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത്. 7ാം ഭാവമായിട്ട് വരുമ്പോൾ കുറെ കൂടുതൽ കുഴപ്പമുണ്ട്. 7ാം ഭാവമായിട്ട് വരുമ്പോൾ ലഗ്നാധിപതിയായിട്ടേ വരുള്ളൂ. ശുക്രൻ 7-ല്, ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ 7ആയിട്ട് വന്ന് നോക്കണം, ഒന്ന് വരച്ച് നോക്കണം. ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ വരികയും അത് 7ാം ഭാവമായിട്ട് വരികയും ചെയ്തു. എങ്ങനെ വരും നോക്കണം. അത് ലഗ്നാധിപതി അല്ലേ എന്ന് നോക്കണം. ചൊവ്വയുടെ രാശിയിൽ ശുക്രനെ ഇടണം, എന്നിട്ട് അത് 7 വരത്തക്ക രീതിയിൽ ലഗ്നത്തിനെ വരയ്ക്കണം, വരച്ചു നോക്കണം. അപ്പൊ തുലാം രാശിയുടെ ഇപ്പം മേടത്തില് ശുക്രൻ 7 വരണമെങ്കിൽ തുലാ ലഗ്നമായിരിക്കും. മേടത്തില് ശുക്രനെ ഇട്ടിട്ട് അത് 7ആയിട്ട് വരണമെങ്കിൽ തുലാം ലഗ്നം.
അപ്പൊ ലഗ്നാധിപതി. ഇനി വൃശ്ചികം 7 ശുക്രൻ ഇട്ട് കഴിഞ്ഞാൽ ലഗ്നം ഇടവം. പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ നിങ്ങൾ പഠിച്ചില്ല, ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. ശുക്രൻ വൃശ്ചികം 7 ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് ധാരനാശം എന്നാണ് പറയുന്നത്. വൃശ്ചികം 7 ഭാവമായി അവിടെ ശുക്രൻ നിന്നാൽ ധാരനാശം. വൃശ്ചികത്തിൽ ശുക്രൻ നിൽക്കുകയും അത് 7 ഭാവമായിട്ട് വരികയും ചെയ്താൽ ലഗ്നം ഏത്? വൃശ്ചികം 7 ഭാവമായിട്ട് വരികയും അവിടെ ശുക്രൻ നിൽക്കുകയും ചെയ്താൽ ലഗ്നം ഏത്? അപ്പോൾ ആ ശുക്രൻ ലഗ്നാധിപതി അല്ലേ? അതെ. പക്ഷെ ധാരനാശമാണ് പറയുന്നത്. പാപേക്ഷിതോവ യതി ബലരഹിത പാപവർഗസ്ഥിതോവ പുത്രസ്ഥാനാധിപോവ മൃതി ഭവനപതി മാന്യരാശീശ്വരോവ നീരസ്ഥ അമരാട്ടെ മധുപകസിത പാപസംയുക്ത ശുക്ര എന്ന് പറഞ്ഞുള്ളൊരു ശ്ലോകം ജാതകാദേശത്തിന്റെ 13-2. പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്, എല്ലാ ജ്യോത്സ്യന്മാർക്കും അറിയാവുന്നതാണ്. അത് നല്ലതല്ല. ഇവിടെ പറയുന്നത് ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ പരയുവതിരഥ തദർത്ഥവാദൈർ കൃതവിഭവ കുലപാംസന കുജക്ഷേ. നല്ലതല്ല. പരസ്ത്രീ ശക്തനായിരിക്കും, അതിനുവേണ്ടി ധനം ചെലവാക്കും, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കത്തക്ക പ്രവർത്തികൾ ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി ശനിയുടെ രാശിയിൽ ശുക്രൻ നിന്നാലുള്ള ഒരു ഫലം പറയാം. രവിചക്ഷകതെ അമരാരി പൂജ്യേ. അമരാരി പൂജ്യേ, നല്ല വ്യക്തികളാൽ പൂജിക്കപ്പെടും. നല്ലതാണ്. ആദ്യം പറഞ്ഞ ഫലം നല്ല ഫലമാണ് പറഞ്ഞത്. അമരാരി പൂജ്യേ. അമരാരി പൂജ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അമരാരി പൂജ എന്ന് വെച്ചാൽ നല്ല വ്യക്തികളാൽ നമ്മൾ ആദരിക്കപ്പെടും. നല്ലവരിൽ നിന്നുള്ള ആദരവ് കിട്ടും. അടുത്ത് പറയുന്നത് സുഖത്തോടിരിക്കും. അതും നല്ല ഫലമാണ്. സ്ത്രീ വിജിതോ രഥ പുനാര്യോ. സ്ത്രീ വിജിതോ രഥ, സ്ത്രീകളാൽ വശീകരിക്കപ്പെടുക. ഇവിടെ പറയുന്നത് സ്ത്രീകളിൽ അങ്ങോട്ട് പോകും എന്ന് പറയുന്നില്ല. സ്ത്രീകളാൽ വശീകരിക്കപ്പെടുക അല്ലെങ്കിൽ പുരുഷന്മാരാൽ വശീകരിക്കപ്പെടുക. സംഭവം എല്ലാം ഒന്ന് തന്നെ. വശീകരിച്ചാലും നമ്മൾ അങ്ങോട്ട് പോയിരുന്നാലും അല്ല, സ്ത്രീകൾ ഇങ്ങോട്ട് വന്നിരുന്നാലും സ്ത്രീകളെ നോക്കി അങ്ങോട്ട് പോയിരുന്നാലും അത് ദോഷം തന്നെയാണ്. സ്ത്രീ വിജിതോ രഥ പുനാര്യോ. നിന്ദിത സ്ത്രീകളിൽ ശക്തനായിരിക്കും. മോശപ്പെട്ട സ്ത്രീകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള സ്ത്രീകളാകാം ഒന്ന് പറഞ്ഞു നോക്കണം. ശനിയുടെ രാശിയിൽ ശുക്രൻ നിന്നാൽ നിന്ദ്യ സ്ത്രീകളിൽ ശക്തനായിരിക്കും. അപ്പോൾ നിന്ദ്യ സ്ത്രീ എന്ന് വെച്ചാൽ എങ്ങനെയുള്ള സ്ത്രീ ആയിരിക്കാം പറഞ്ഞു നോക്കണം. അഹങ്കാരമുള്ളതെന്നൊക്കെയാണോ? ഒരു ബഹുമാനം ഇല്ലാത്ത. അതായത് ശനിയെ സംബന്ധിച്ച് കൃത്യന്റെ കാരകത്വം ശനിക്കാണ്. ജോലിക്കാർ നമ്മുടെ ഒരാളിന്റെ ജോലിക്കാര കാരകത്വം വരുന്നത് ശനിക്കാണ്. ജോലിക്കാര കാരകത്വം ശനിക്ക് വേണമെങ്കിൽ തൻ്റെ കീഴ് ജീവനക്കാര് അല്ലെങ്കിൽ തൻ്റെ വീട്ടിലെ ജോലിക്കാരുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള, അതാണ് ഇവിടെ നിന്ദ്യമായ സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത്. തൻ്റെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, നമ്മുടെ ഫാമിലി സ്റ്റാറ്റസോ ജോലിയുടെ സ്റ്റാറ്റസോ ഒന്നും കീപ്പ് ചെയ്യാത്ത സ്ത്രീകൾ, അതായത് കൃത്യൻ അല്ലെങ്കിൽ ഇങ്ങനെ ജോലിക്കാര് അല്ലെങ്കിൽ ഒരു ജോലിയുള്ള ഒരാളാണെങ്കിൽ തൻ്റെ കീഴ് ജീവനക്കാരി ആയിട്ടുള്ള ആൾക്കാർ, അതല്ല വീട്ടിലാണെങ്കിൽ ജോലിക്ക് നിർത്തിയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് അവിടെ വരുന്നത് സ്വഭാവത്തിൽ. ഇപ്പം മോശമായ സ്ത്രീ വിഷയങ്ങളിൽ നിന്ന് വരുമ്പോൾ നല്ല സ്ത്രീകൾ അങ്ങനെ ഒരു പ്രവൃത്തിക്ക് പോകില്ലല്ലോ. അവിടെ തന്നെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു. ഒരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് പരപുരുഷനുമായിട്ട് ഒരു സ്ത്രീ ബന്ധപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിൽ ലൈംഗികമായിട്ടോ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീയെ നല്ല സ്ത്രീ, ആ പുരുഷനെ നല്ല പുരുഷൻ എന്ന് പറയാനും പറ്റൂല, സ്ത്രീയെ നല്ല സ്ത്രീ എന്ന് പറയാനും പറ്റൂല. അവിടെ ചോദ്യചിഹ്നമായി. അപ്പോൾ നിന്ദിതമായ സ്ത്രീകളിൽ താല്പര്യമുണ്ടാകും, മോശമായ സ്ത്രീകളാൽ വശീകരിക്കപ്പെടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല വ്യക്തികളാൽ ആദരവും ഉണ്ടാകും, സുഖലോലുപമായ ജീവിതവുമായിരിക്കും. സുഖലോലുപമായ ജീവിതത്തിന് ഒരു താരാരം കാണില്ല. പണത്തിനൊക്കെ അടിച്ചു പൊളിച്ചിരുന്നാലും അവരെ ജീവിതം നന്നായിരിക്കും. ഇവിടെ പറയുന്നത്
രവിജക്ഷഗതേ, രവി സൂര്യൻ, രവിജൻ രവിയുടെ പുത്രൻ ശനി, രവിജക്ഷഗതേ അക്ഷം രാശി, രവി എന്ന് വെച്ചാൽ സൂര്യൻ, രവിജൻ എന്ന് പറയുമ്പോൾ സൂര്യന്റെ പുത്രൻ, രവിജക്ഷം അക്ഷം എന്ന് വെച്ചാൽ രാശി. അപ്പോൾ സൂര്യപുത്രന്റെ രാശി, ശനിയുടെ രാശി മകരം കുംഭത്തില് മകരം കുംഭത്തില് ശുക്രനൊക്കെ നിൽക്കുന്നത് മകരം കുംഭം അത്ര നല്ല രാശിയല്ല. ഒരുപാട് ശ്ലോകങ്ങൾ കോരയിലുണ്ട്, അതൊക്കെ ഇപ്പൊ വേണ്ട. അമരാരി പൂജ്യ എന്ന് വെച്ചാൽ നല്ല വ്യക്തികളാൽ ആദരിക്കപ്പെടുക. സുഖത്തോടു കൂടിയ ജീവിതമായിരിക്കും. സ്ത്രീ വിജിതോ രഥ കുനാര്യാം, മോശമായ നാരികളുമായിട്ടുള്ള ബന്ധമുണ്ടാകും, ശക്ത ഉണ്ടാകും. സ്ത്രീകളാൽ വശീകരിക്കപ്പെടും, മോശമായ സ്ത്രീകളാൽ ബന്ധമുണ്ടാകും. പിന്നെ നല്ല വ്യക്തികളിലുള്ള ആദരവും കിട്ടും, നല്ല സുഖത്തോടുകൂടി ജീവിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഇനി നീചത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഷഷ്ടഗതേ, ഷഷ്ടം എന്ന് വെച്ചാൽ 28. കേട്ടൂടെ, ഒന്നുകൂടെ പറയണം. 16 എത്രാം ശ്ലോകം ചോദിച്ചതാ? 28. അതായത് 16ാമത്തെ ചാപ്റ്ററില് ഇപ്പൊ പറഞ്ഞത് ചൊവ്വയുടെ രാശിയെ കുറിച്ച് പറഞ്ഞത് 27. പരയുവതിരഥ തദർത്ഥവാദർ ഹൃദവിഭവ കുലപാംസന കുജക്ഷേ, 27 ഫസ്റ്റ് 2 ലൈൻസ്. രവിജക്ഷഗതേ അമരാരി പൂജ്യ സുഭഗ സ്ത്രീ വിജിതോ രഥ കുനാര്യാം എന്ന് പറയുന്നത് 28 രണ്ടാമത്തെ വരി. 28 ശനിയെ കുറിച്ച് പറഞ്ഞത് 28 2. ചന്ദ്രനെ കുറിച്ച് പറഞ്ഞത് 29 ആദ്യത്തെ 2 വരി. ഇനി അടുത്ത് നീചത്തിൽ നിന്ന് കഴിഞ്ഞാൽ, നീചം എന്ന് വെച്ചാൽ കന്യ, ഷഷ്ടഗതേ, ഷഷ്ടം എന്ന് വെച്ചാൽ 6ാം രാശി. ഷഷ്ടം അങ്ങനെയാണ് എടുക്കേണ്ടത്. 6ാം രാശി എന്ന് പറയുന്നത് കന്നി. അശ്വ നീചകർമ്മ, ധനം ഉണ്ടാവില്ല, നീചകർമ്മങ്ങൾ ചെയ്യാനിടവരും. നീച നമ്മൾ നേരത്തെ പഠിച്ചു. അഷ്ടമത്തിൽ വ്യാഴം നിന്നാൽ എന്താണ് ഫലം പഠിച്ചത്? അഷ്ടമത്തിൽ വ്യാഴം നിന്നാൽ നീച എന്ന് പറഞ്ഞു. നീച ആ ഫലമാണ് ഇവിടെ വരുന്നത്. 6ൽ നിന്ന് കഴിഞ്ഞാൽ 6ാം രാശി കന്നിയിൽ നിന്ന് കഴിഞ്ഞാൽ നീചനായിരിക്കും. പിന്നെ ധനം ഉണ്ടാവൂല, നീചത്വം ഉണ്ടാവും. ധനവും ഉണ്ടാവൂല, നീചവും ആവും. കന്നിയിൽ ശുക്രൻ നിന്നാൽ ധനം ഉണ്ടാകൂല, നീചനായിരിക്കുകയും ചെയ്യും. ഇനി അടുത്ത് ദിഗ്രഹ യോഗത്തിൽ പറയുന്നത് വളരെ സ്ട്രോങ് ആ പറയുന്നുണ്ട്. 14ാമത്തെ ചാപ്റ്ററിൽ 3ാമത്തെ ശ്ലോകം, 14-3 ദിഗ്രഹ യോഗം. അതിൽ പറയുന്നത് ദിഗ്രഹ യോഗത്തിൽ പറയുന്നത് ദിഗ്രഹ യോഗം നോക്കാം, അത് നോക്കിയിട്ട് അടുത്ത് പോകാം. അത് നമ്മൾ അന്ന് പഠിച്ചല്ലേ? ഗോപു മല്ലോദക്ഷ പര യുവതരത ദൂതകൃത് സാസുരേട്ടി പഠിച്ചല്ലേ? പഠിച്ചു. അപ്പോൾ ഇനി വരുന്നത് സ്ത്രീ ജാതകം എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്, 22ാമത്തെ ചാപ്റ്ററിൽ. അതിൽ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. 22-9 അതെടുത്ത് നോക്കുമ്പോൾ കിട്ടും. 3ാമത്തെ വരി എന്തോ ആണ്. അന്യോന്യമംശകയോ സിത അവനിജയോ രന്യപ്രസക്താംഗന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എടുക്കേണ്ടത് ചൊവ്വയും ശുക്രനും കൂടി ഒരുമിച്ച് 7 നിൽക്കുക. ചൊവ്വയും ശുക്രനും കൂടി ഒരുമിച്ച് 7 നിൽക്കുക. അല്ലെങ്കിൽ ലഗ്നത്തിൽ നിന്നാലും മതി. ലഗ്നത്തിൽ നിന്നാൽ 7 പ്രതിബിംബം ഉണ്ടാവും, അവരുടെ ദൃഷ്ടി 7 വരും. രണ്ടുപേരും കൂടി ലഗ്നത്തിൽ നിന്നാൽ രണ്ടുപേർക്ക് 7 ദൃഷ്ടിയായില്ലേ, അത് നിന്നാലും മതി. ചൊവ്വയും ശുക്രനും കൂടി 7 ലഗ്നത്തിലോ നിൽക്കുക, അല്ലെങ്കിൽ ശുക്രനും ചൊവ്വയും കൂടി പരിവർത്തനം വരിക. ശുക്രൻ രാശിയിൽ ചൊവ്വ, ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ. അല്ലെങ്കിൽ പറയുന്നത്
ചൊവ്വയുടെ അംശകം വരുന്ന രാശിയിൽ ശുക്രൻ നിൽക്കണം. ശുക്രന്റെ സാറേ 22-ൽ എത്രാമത്തെ എന്നാ പറഞ്ഞേ? 9 അംശിച്ചിരിക്കുന്ന രാശിയിൽ ചൊവ്വയും രണ്ടും കൂടെ ഒരുമിച്ച് വരണം. ശുക്രൻ അംശിച്ചിരിക്കുന്ന രാശിയിൽ ചൊവ്വയും വരണം, ചൊവ്വ അംശിച്ചിരിക്കുന്ന രാശിയിൽ ശുക്രനും വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്യപ്രസക്താംഗന, മാരേജിന് ശേഷം മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഉണ്ടാകും. അവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് സ്ത്രീ ജാതകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ശുക്രനും ചൊവ്വയും കൂടി 7-ൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരാൾ 7-ൽ നിന്നിട്ട് അടുത്ത ആൾ 7-ൽ വീക്ഷിച്ചാലും മതി. അതൊക്കെ നമുക്ക് എങ്ങനെ വേണോ എടുത്തോളാം. 7-ൽ നിൽക്കുക എന്ന് മാത്രമേ ബുക്കിൽ പറയുന്നുള്ളൂ. 7-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ 7-ൽ നിന്നാലും മതി, 7-ൽ നോക്കിയാലും മതി. രണ്ടുപേരും ബന്ധപ്പെടണം. ശുക്രനും ചൊവ്വയും കൂടെ 7-ൽ നിൽക്കുക, അല്ലെങ്കിൽ 7-ൽ ദൃഷ്ടി പതിക്കുക. ശുക്രന്റെ രാശിയിൽ ചൊവ്വയും ചൊവ്വയുടെ രാശിയിൽ ശുക്രനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും പരിവർത്തനം വരിക. 2. ഇനി 1, ശുക്രന്റെ അംശകം വന്ന രാശിയിൽ ചൊവ്വ നിൽക്കണം, ചൊവ്വയുടെ അംശകം വന്ന രാശിയിൽ ശുക്രൻ നിൽക്കണം. ഏത് ഭാവമായാലും കുഴപ്പമില്ല. വന്നു കഴിഞ്ഞാൽ അന്യപ്രസക്താംഗന, മാരേജിന് ശേഷം മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഉണ്ടാവും. അല്ലെങ്കിൽ മാരേജിന് ശേഷം മറ്റു പുരുഷന്മാർ പരപുരുഷ ബന്ധം വരും. സ്ത്രീകളാണെങ്കിൽ പരപുരുഷ ബന്ധം, പുരുഷനാണെങ്കിൽ പരസ്ത്രീ ബന്ധം. എന്നാണ് പറയുന്നത്. അന്യോന്യമംശകയോ, അന്യോന്യമംശകയോ. 9-ാമത്തെ 2-ാമത്തെ ലൈനല്ലേ സാർ? അന്യോന്യാശങ്ക അതല്ലേ? 9-ൽ 2-ാമത്തെ വരിക 3-ാമത്തെ വരികയാണ്. 2-ാമത്തെ വരി വരില്ല. മൂന്നാമത്തെ വരി വരുള്ളൂ. ആഗ്രേയർ വിധവാസ്തരാശിസ്ഥിത മിശ്രൈ പുനർപൂ ഭവേത് എന്ന് പറഞ്ഞിട്ട് 2-ാമത്തെ വരി ഒരു സൗമേക്ഷിത പ്രോസ്ഥിത എന്ന് പറഞ്ഞുകൊണ്ടൊരു ശ്ലോകമാണ് 2-ാമത്തെ വരി വരുന്നത്. നോക്കട്ടെ, 3-ാമത്തെ വരിയെ വരുള്ളൂ. അത് കണ്ടുപിടിച്ചോണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കാൻ എന്താണ് കാര്യം? മൂന്നാമത്തെ സാർ. ആഗ്രേയർ ക്രൂരെ ഹീന അബലെ അസ്തപവനെ സൗമേക്ഷിത പ്രോസ്ഥിത സ്വപതിന സൗമേക്ഷിത പ്രോസ്ഥിത അന്യോന്യമംശിത അവന് ചെയ്ത അന്യപ്രസക്താംഗന. അതിന്റെ അടുത്ത വരി അതിനേക്കാളും രസമാണ്. ഇത് ശീതരശ്മി സഹിതേ ഭർത്തൃത്വ ചന്ദ്രനും കൂടി അവിടെ നിന്നാൽ ആകെ തൊലഞ്ഞു, ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി മോശമായി പ്രവർത്തിക്കുമെന്നാണ്. അത് നമുക്ക് ചന്ദ്രനെ പഠിക്കുമ്പോൾ പഠിക്കാം. അന്യോന്യമംശകയോ, ചൊവ്വയുടെ അംശകരാശിയിൽ ശുക്രനും ശുക്രന്റെ അംശകരാശിയിൽ ചൊവ്വയും. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി ഇട്ട് തരാം. അത് വരുമ്പോൾ നോട്ട് എഴുതുമ്പോൾ എക്സാമ്പിൾ ഇട്ട് തരാം. ചൊവ്വ അംശിച്ചിരിക്കുന്ന രാശിയിൽ ശുക്രൻ നിൽക്കണം, ശുക്രൻ അംശിച്ചിരിക്കുന്ന രാശിയിൽ ചൊവ്വ നിൽക്കണം. രണ്ടും വരണം. രണ്ടും ഒന്ന് മാത്രം വന്നാൽ പോരാ, വരിക. അത് ഒരു ക്ലോസ്. രണ്ടുപേരും കൂടി 7-ൽ വരിക, അല്ലെങ്കിൽ 7 ദൃഷ്ടി വരിക, അല്ലെങ്കിൽ പരിവർത്തനം വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്യ സ്ത്രീകളിൽ ശക്തനായിരിക്കും. അപ്പോൾ ഇത്രയും ഒന്ന് നോട്ടായിട്ട് എഴുതാം. എഴുതിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, വിട്ടുപോകും. ശുക്രന്റെ രാശിഫലങ്ങൾ. ശുക്രന്റെ രാശിഫലങ്ങൾ. ചന്ദ്രന്റെ രാശിയായ കർക്കടകത്തിൽ ശുക്രൻ നിന്നാൽ, ചന്ദ്രന്റെ രാശിയായ കർക്കടകത്തിൽ ശുക്രൻ നിന്നാൽ രണ്ട് ഭാര്യയിൽ താല്പര്യമുണ്ടാവുകയും പീരുത്വവും ഗർവോടുകൂടിയും ശോകത്തോടുകൂടിയും കാണപ്പെടും. ഗർവോടുകൂടിയും ശോകത്തോടുകൂടിയും കാണപ്പെടും. അടുത്ത ലൈനിൽ എഴുതിക്കണം. ദ്യുപാര്യോ. എല്ലാവരും ആ പുസ്തകം കൂടി കയ്യിൽ വച്ചേക്കണം, വച്ചിരുന്നാലേ പറ്റുള്ളൂ.
ഇല്ലാത്തവരൊന്ന് വാങ്ങിക്കണം, എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചേ പറ്റൂ. അല്ലെങ്കിൽ വലിയ ബുക്കായാലും കുഴപ്പമില്ല, കോരയുടെ വലിയ ബുക്കായാലും കുഴപ്പമില്ല. ദ്വിപാര്യോ അർത്തി പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ. 16-29. 16-29. ദ്വിപാര്യോ അർത്തി പീരു പ്രബല മത ശോകശ്ച ശശിപേ. പ്രബല മത ശോകശ്ച ശശിപേ. അടുത്ത് ചിങ്ങം രാശിയിൽ ശുക്രൻ നിന്നാൽ ശ്രേഷ്ഠയായ ഭാര്യയോടും സ്ത്രീകളിൽ നിന്ന് ധനം ലഭിച്ചും പുത്രന്മാർ കുറഞ്ഞും കാണപ്പെടും. മണി സാർ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. എങ്ങനെ? മൈക്ക് ഓഫ് ആക്കാം. കുറഞ്ഞും കാണപ്പെടും. എഴുതിക്കൊള്ളണം. ഹരവു യോഷാപ്രാപ്ത പ്രവര യുവതിർ മന്നതനയ. ഇത് അതിന്റെ അടുത്ത ലൈൻ, 29 രണ്ടാമത്തെ ലൈൻ, 16 ചാപ്റ്ററില് 29 ശ്ലോകത്തില് രണ്ടാമത്തെ ലൈൻ. ആദ്യം എഴുതിയത് 1 ലൈൻ, ഇത് 2 ലൈൻ. ഹരൗ യോഷാപ്രാപ്ത പ്രവര യുവതിർ മന്നതനയ. അടുത്ത പാരാഗ്രാഫ്. സാറേ ആരും മൈക്ക് ഓൺ ആണ്, ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട്. മൈക്ക് ഓൺ ആകുന്നില്ലേ? ഇപ്പൊ ഓഫ് ആക്കിയിട്ടുണ്ട്. സാറിന്റെ മൈക്കല്ല, വേറെ ആരുടെ ഒരാളുടെ. ഒന്ന് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്താലേ പറ്റുള്ളൂ. ക്ലിയർ ചെയ്യണം. അടുത്ത ചൊവ്വയുടെ രാശിയായ മേടം വൃശ്ചികത്തിൽ ശുക്രൻ നിന്നാൽ മേടത്തിലോ വൃശ്ചികത്തിലോ ശുക്രൻ നിന്നാൽ പരയുവതികളിൽ ബ്രാക്കറ്റിലെ പരപുരുഷനിൽ അതിന്റെ അർത്ഥം മനസ്സിലായോ? അങ്ങനെ എഴുതണതിന്റെ അർത്ഥം മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ എന്ന് ചോദിച്ചു. സ്ത്രീകളാണെങ്കിൽ പരപുരുഷനിലായിരിക്കും, പുരുഷനാണെങ്കിൽ പരസ്ത്രീകളിലായിരിക്കും. അത് മാറി മാറി ചിന്തിച്ചോളണം.
പരപുരുഷനിൽ തൽപരയായിരിക്കും. പരസ്ത്രീകളിൽ തൽപരനായിരിക്കും. ആയിരിക്കും. ദുർനടത്തത്തിന് വേണ്ടി ധനം വിനിയോഗം ചെയ്യും. ദുർനടത്തത്തിന് വേണ്ടി ധനം വിനിയോഗം ചെയ്യും. ധനം വിനിയോഗം ചെയ്യും. ജനിച്ച കുടുംബത്തിന് നാണക്കേടുണ്ടാക്കും. ജനിച്ച കുടുംബത്തിന് നാണക്കേടുണ്ടാക്കും. ശ്ലോകം താഴെ എഴുതിക്കൊള്ളും. ഇത് 26-ാമത്തെ ശ്ലോകമാണ്. 26. 26-ല് 1ഉം 2ഉം ലൈൻ. 26-ാമത്തെ ശ്ലോകത്തില് 1ഉം 2ഉം ലൈൻ. പരയുവതിരഥ സാർ അത് 27-ലല്ലേ? 27-ലാണ് 1ഉം 2ഉം. പരയുവതിരഥ തദർത്ഥവാദർ. അങ്ങനെ എഴുതിയാൽ മതി. അങ്ങനെ എഴുതിയാലേ വായിക്കാൻ പറ്റുള്ളൂ. തദർത്ഥവാദർ. തദർത്ഥവാദൈർ. തദർത്ഥവാദൈർ ഹൃതവിഭവ. ഹൃതവിഭവ കുലപാംസന ഉജർഷേ. കുലപാംസന ഉജർഷേ. പരയുവതിരഥ തദർത്ഥവാദൈർ ഹൃതവിഭവ കുലപാംസന ഉജർഷേ. അടുത്ത് ശനിയുടെ രാശിയിൽ ശുക്രൻ നിന്നാൽ ഈ ഹൃതവിഭവ എന്ന് പറഞ്ഞാൽ, ഹൃദ എന്ന് പറഞ്ഞാൽ കരിക്കപ്പെടുക, അല്ലെങ്കിൽ ഹൃദം എന്ന് പറഞ്ഞാൽ കരിക്കപ്പെടുക എന്നുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ള അർത്ഥം. കരിക്കുക എന്ന് വെച്ചാൽ അതിനെ കുറയ്ക്കുക, പാകം വയ്ക്കുക, കുറയ്ക്കുക, കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ്. നശിപ്പിക്കുക എന്നർത്ഥം ഹൃതവിഭവ. ശനിയുടെ രാശിയിൽ ശുക്രൻ നിന്നാൽ നല്ല വ്യക്തികളിൽ നിന്നുള്ള ആദരവും സുഖജീവിതവും ഉണ്ടാകും. നല്ല വ്യക്തികളിൽ നിന്നുള്ള ആദരവും സുഖജീവിതവും ഉണ്ടാകും. സുഖജീവിതവും ഉണ്ടാകും. സ്ത്രീകളാൽ വശീകരിക്കപ്പെടുകയും നിന്ദ്യ സ്ത്രീകളിൽ താല്പര്യമുള്ളവനായും കാണപ്പെടും. നിന്ദ്യ സ്ത്രീകളിൽ താല്പര്യമുള്ളവനായും കാണപ്പെടും. താഴെ എഴുതിക്കൊള്ളും. രവിജർഷഗതേ. രവിജർഷ. രവി ജ ഇർ ഇക്ഷ.
രവിജർഷഗതേ അമരാരി പൂജ്യോ ആ നമ്പർ ഒന്ന് പറഞ്ഞേക്കോ? രവിജർഷഗതേ രവിജീക്ഷഗതേ. ശ്രദ്ധിച്ചിരുന്ന് എഴുതണം, എഴുതിയാലേ പറ്റുള്ളൂ. രവിജർഷഗതേ അമരാരി പൂജ്യോ, അമരാരി പൂജ്യേ, പൂജ്യനായിരിക്കും, പൂജ്യേ. സുപക, സുപക സുഖമായ ജീവിതം. സുപക. സ്ത്രീ വിജിതോ, സ്ത്രീ വിജിതോ രഥ, സ്ത്രീ വിജിതോ രഥ. പുനാര്യാം, പൂനാര്യാം. പൂ എന്ന് വെച്ചാൽ മോശമായ എന്നുള്ള അർത്ഥമാണ്. പൂനാര്യാം. ഇത് 27 രണ്ടാമത്തെ ലൈൻ. 27 രണ്ടാമത്തെ ലൈൻ. 28-2. 28 രണ്ടാമത്തെ സാർ. 28 2, 28 2. ഇനി കന്നിയിൽ ശുക്രൻ എന്നാൽ നീചനായും ധനം കുറഞ്ഞും കാണപ്പെടും. നീചനായും ധനം കുറഞ്ഞും കാണപ്പെടും. ധനം കുറഞ്ഞും ശ്ലോകം കഴിക്കണം. ഷഷ്ടഗതേ. ഷഷ്ടം എന്ന് പറഞ്ഞാൽ 6. 6ൽ നിന്ന് കഴിഞ്ഞാൽ 6 എന്ന് പറയുന്നത് കന്നിരാശി. ഷഷ്ടഗതേ അശ്വ നീചകർമ്മ. ഷഷ്ടഗതേ അശ്വ നീചകർമ്മ. ഷഷ്ടഗതേ അശ്വ നീചകർമ്മ. ഈ 28 ഫസ്റ്റ് ലൈനിന്റെ സെക്കൻഡ് പാർട്ട്, ലൈനിന്റെ ഇടയിലാണ് വരുന്നത്. 28 ഫസ്റ്റ് ലൈനിന്റെ പകുതി കഴിഞ്ഞ്, ഫസ്റ്റ് ലൈനിന്റെ പകുതി കഴിഞ്ഞ്. ഷഷ്ടഗതേ അശ്വ നീചകർമ്മ. നീചമായ പ്രവർത്തികൾ ചെയ്യുന്നവനായിരിക്കും. നീചകർമ്മ, നീചമായ പ്രവർത്തികൾ ചെയ്യുന്നവനായിരിക്കും. ഇനി പറയുന്നത് കോരയില് 22 9. ഇനി പറയാൻ പോകുന്നത് കോരയില് 22 ഇനി പറയുന്നത് 22 9 തേർഡ് ലൈൻ. അടുത്ത ലൈൻ എഴുതിക്കുന്നു. ചൊവ്വയും ശുക്രനും കൂടെ 7 വരിക. ചൊവ്വയും ശുക്രനും കൂടെ 7 വരിക. ചൊവ്വയും ശുക്രനും കൂടെ 7 വരിക. രണ്ടുപേരും കൂടെ 7 ദൃഷ്ടി വരിക. രണ്ടുപേരും കൂടെ 7 ദൃഷ്ടി വരിക. രണ്ടുപേരും കൂടെ 7 ദൃഷ്ടി വരിക. ശുക്രനും ചൊവ്വയും പരിവർത്തനം വരിക. ശുക്രനും ചൊവ്വയും പരിവർത്തനം വരിക. ശുക്രനും ചൊവ്വയും പരിവർത്തനം വരിക. അല്ലെങ്കിൽ ചൊവ്വ അംശിച്ചിരിക്കുന്ന രാശിയിൽ ശുക്രനും ചൊവ്വ അംശിച്ചിരിക്കുന്ന രാശിയിൽ ശുക്രനും ചൊവ്വ അംശിച്ചിരിക്കുന്ന രാശിയിൽ ശുക്രനും ശുക്രൻ അംശിച്ചിരിക്കുന്ന രാശിയിൽ ചൊവ്വയും വരിക.
എങ്കിൽ അന്യ സ്ത്രീകളിൽ താല്പര്യമുള്ളവനായിരിക്കും. അന്യ സ്ത്രീകളിൽ ബ്രാക്കറ്റിലെ അന്യ പുരുഷന്മാരിൽ, അന്യ സ്ത്രീകളിൽ അല്ലെങ്കിൽ ബ്രാക്കറ്റിലെ അന്യ പുരുഷന്മാരിൽ താല്പര്യം ഉള്ളവനായിരിക്കും. അപ്പൊ ഇവ രണ്ടുപേരും കൂടെ 7-ാം ഭാവത്ത് വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ദോഷമുള്ളൂ അല്ലേ? എങ്ങനെ? 7-ാം ഭാവത്ത് നിന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ദോഷമുള്ളൂ അല്ലേ? 7-ാം ഭാവത്തിനെ കുറിച്ച് പറയുന്നിടത്താണ് ഇത് വരുന്നത്, ഇത് പറയുന്നത്. അപ്പോൾ 7-ൽ വന്നാൽ ഏഴിലോ ലഗ്നത്തിലോ അല്ലേ സാർ? ഏഴിലോ ലഗ്നത്തിലോ? ലഗ്നത്തിൽ അതായത് 7-ുമായിട്ട് ബന്ധപ്പെടണം, അത്രയേ ഉള്ളൂ. ലഗ്നത്തിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും 7 ദൃഷ്ടി വരും. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. 7-ുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ശുക്രനും ചൊവ്വയും കൂടി 7-ൽ നിൽക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കയ്യിലെടുക്കരുത്. ആ ജാതകം പൊരുത്തത്തിന് വേണ്ടി എടുക്കരുത്. അത് ദോഷം തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും കംപ്ലൈന്റ് എങ്കിലും വരാതിരിക്കില്ല. മറ്റുള്ളവരെ വായിൽ നിന്ന് വല്ലതൊക്കെ കേട്ട് പിടിക്കുകയെങ്കിലും ചെയ്യും. അത് ആ കൊച്ചു ശരിയല്ല, അത് മറ്റുള്ളവരെ കമ്പനി അടിച്ച് നടക്കുകയാണ്, ഇങ്ങനെയുള്ള വാചകമെങ്കിലും കേൾക്കേണ്ടി വരും. അത് കുടുംബ ജീവിതത്തിന് വളരെ പ്രതികൂലമായ രീതിയിൽ ബാധിക്കും. ഇപ്പൊ ഒരാളിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ തന്നെ ആണുങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. തന്റെ ഭർത്താവിനെ കുറിച്ചോ ഭാര്യയെ കുറിച്ചോ 4 പേര് എല്ലാവരും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതം തകരാറാവില്ല. നിന്നെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അതൊരു വിഷമം വരും. സ്വഭാവം തന്നെ മോശമാകണം എന്നുള്ള നിർബന്ധമല്ല. മോശമെന്ന് 4 പേര് പറഞ്ഞാലും കുഴപ്പം തന്നെ. കുറച്ചു കാലമൊക്കെ നേരെ നോക്കും, അത് കഴിയുമ്പം പ്രശ്നം തന്നെയാണ്. അങ്ങനെ അനുഭവത്തിൽ ഉണ്ട്. നമ്മൾ ജാതകം നോക്കുമ്പോൾ കിട്ടും. നമ്മൾ അങ്ങനെ കൂടുതലൊന്നും പറയാൻ പോകില്ല. ശരി, അതിന്റെ ശ്ലോകം എഴുതിക്കൊള്ളണം. 22-9 മൂന്നാമത്തെ ലൈൻ. അന്യോന്യമമം അംശകയോ അന്യോന്യമംശകയോ മാ ഇം സ കയോ അന്യോന്യമംശകയോ സിത അവനിജയോ. അന്യോന്യം അംശകയോ എന്ന് അങ്ങനെ എഴുതിയാലും മതി, നമുക്ക് മനസ്സിലായാൽ മതിയല്ല. അന്യോന്യം അംശകയോ സിത അവനിജയോ. അവനിജൻ എന്ന് വെച്ചാൽ ചൊവ്വ. അന്യപ്രസക്താംഗന ശരി, ഇനി ശ്രദ്ധിച്ചിരിക്കണം. സാറേ ഒരു കാര്യം, കണ്ണീർ ശുക്രൻ നിന്നാലേ ഇതിന്റെ ശ്ലോകം ഒന്ന് പറയാം. ഏതാ നമ്പർ ഒന്ന് നോട്ട് ചെയ്യട്ടെ. ഏത്? കണ്ണീര് ശുക്രൻ നിന്നാൽ നീചനായി ധനം കുറഞ്ഞും കാണപ്പെടുന്നു പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ശ്ലോകം എത്രയാ, നമ്പർ എത്രയാ? അത് ഞാൻ പറഞ്ഞല്ലോ, 27 ഫസ്റ്റ് 2 ലൈൻ. പരയുവതിരഥ തദർത്ഥവാദർ കൃതവിഭവ കുലപാംസന കുജക്ഷേ. ഈ 16-ാമത്തെ ചാപ്റ്ററിലാണ് അത് വരുന്നത്. 27-ാമത്തെ ശ്ലോകത്തിൽ ഫസ്റ്റ് 2 ലൈൻസ് ചെറിയ ലൈനാണ്. 27 ഫസ്റ്റ് 2 ലൈൻസ്. അത് ഇപ്പോഴതൊന്നും തപ്പി നോക്കണ്ട. ഇപ്പോഴവിടെ നമ്പർ മാത്രം ഇട്ടിട്ട് വീട്ടിൽ പോയി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് വെച്ച് വായിക്കണം. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു ജാതകം നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീടിന്റെ ഒരു പ്രശ്നം വെച്ചു, ഒരാൾക്ക് പറയണമെങ്കിൽ വീട് വയ്ക്കാനുള്ള സമയമായോ എന്നൊരു ചോദ്യം. ഞാൻ വീട് വയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നം വെച്ചപ്പോൾ 4-ൽ ശുക്രൻ വന്നാൽ എങ്ങനെ പറയും? അല്ലെങ്കിൽ ജാതകം നോക്കിയപ്പോൾ 4-ൽ ശുക്രൻ നിൽക്കുകയാണ്, ശുക്രന്റെ സമയം വന്നു എങ്കിൽ എന്ത് പറയും? എങ്ങനെയുള്ള വീട് പറയും? ശുക്രൻ വീടിന്റെ കാരകത്വമുള്ള ആളാണ്.
ഒന്നുകിൽ നാലിൽ നിൽക്കുന്ന ശുക്രന്റെ ദശ അവതാരം നടക്കുന്നു, അല്ലെങ്കിൽ പ്രശ്നത്തിൽ നാലിൽ ശുക്രൻ വന്നു, അല്ലെങ്കിൽ 4-ാം ഭാവപതി ശുക്രനാണ്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നവം ചിത്രയുധം ച രമ്യം ചിത്രയുധം ച നവം ച പ്രകുജേ, രമ്യം ചിത്രയുധം നവം ച പ്രകുജേ. ഭൃഗുപുത്രന്റെ രാശി, ശുക്രന്റെ രാശിയിൽ നിന്നാൽ രമ്യം കാണാൻ മനോഹരമായതും, ചിത്രയുധം ചിത്രപ്പണികളോട് കൂടിയതും, നവം പുതിയതുമായ വീട്, പുതിയ വീട്, ചിത്രപ്പണികളോട് കൂടിയത്, മനോഹരമായ വീട് വയ്ക്കുമെന്ന് പറയുന്നു. അതായത് 4-ല് ശുക്രൻ നിൽക്കുകയാണ്, അതിന്റെ ദശ നടക്കുന്നു, അല്ലെങ്കിൽ 4-ാം ഭാവപതി ശുക്രൻ അതിന്റെ ദശ നടക്കുന്നു, അല്ലെങ്കിൽ പ്രശ്നത്തില് 4-ല് ശുക്രൻ വന്നു. എങ്ങനെ വേണമെങ്കിലും വന്നേക്കാം. ഒന്നുകിൽ പ്രശ്നം വെച്ചപ്പോൾ 4-ല് ശുക്രൻ വന്നു, ശുക്രന് ബലവും ഉണ്ട്, അല്ലെങ്കിൽ 4-ാം ഭാവപതി ശുക്രൻ, അല്ലെങ്കിൽ 4-ല് ജാതകത്തിൽ 4-ല് ശുക്രൻ നിൽക്കുന്നു, അല്ലെങ്കിൽ 4-ാം ഭാവപതി ശുക്രൻ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? രമ്യം ചിത്രയുധം നവം, രമ്യം ചിത്രയുധം നവം ച പ്രകുജേ. ശുക്രൻ 4-ൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ മനോഹരമായതും ചിത്രപ്പണികളോട് കൂടിയതുമായ പുതിയ വീട് ഉണ്ടാകും എന്ന് പറയണം. ഇങ്ങനെയാണ് ആളുകൾ വീടിന്റെ കാര്യം പറയുന്നതൊക്കെ ഇങ്ങനെയാണ്, ഇത് വച്ചിട്ടാണ് പറയുന്നത് 4-ൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ. ഇനി വേറെയും കുറെ ശ്ലോകങ്ങളൊക്കെ ശുക്രനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ജാതകാദേശത്തിലാണ് പറയുന്നത്. ഞാൻ കുറച്ചു നേരത്തെ ഒന്ന് പറഞ്ഞു, ശുക്രൻ വൃശ്ചികൻ രാശി 7-ആയി ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരിക്കൽ പറഞ്ഞു വിട്ടിട്ട് പോയി. അതായത് ഇടവ ലഗ്നത്തിന് വൃശ്ചികത്തിൽ ശുക്രൻ നിന്നാൽ, ഇടവ ലഗ്നക്കാർക്ക് വൃശ്ചികത്തിൽ ശുക്രൻ നിൽക്കുന്നത് ധാരനാശത്തെ സൂചിപ്പിക്കുന്നു, നല്ലതല്ല. ധാരത്തിന് നാശം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇടവ ലഗ്നക്കാർക്ക് 7-ആയ വൃശ്ചികത്തിൽ ശുക്രൻ നിന്നാൽ, ഇടവ ലഗ്നക്കാർക്ക് അതിന്റെ 7-ആയ വൃശ്ചികത്തിൽ ശുക്രൻ നിന്നാൽ കളത്രത്തിന്റെ നാശം പറയുന്നു. മനസ്സിലായോ എന്ന് ചോദിച്ചു. മനസ്സിലായി. ഇടവ ലഗ്നക്കാർക്ക് അതിന്റെ 7-ആയ വൃശ്ചികത്തിൽ ശുക്രൻ നിന്നാൽ കളത്രനാശം പറയപ്പെടുന്നു, നല്ലതല്ല. അവിടെ ലഗ്നാധിപന്റെ ഒരു വെയിറ്റും കിട്ടൂല എന്നാണ് പറയുന്നത്. ലഗ്നാധിപന്റെ ഒരു വെയിറ്റും കിട്ടൂല. ഇനി അടുത്ത് നമ്മളിപ്പം വേറെ പഠിച്ചതൊക്കെ തന്നെ, പഠിച്ച കാര്യങ്ങളെ ഇനിയുള്ളൂ. ഇതും കൂടെ ഒന്ന് എഴുതിക്കൊള്ളാം. 4-ൽ ശുക്രൻ നിന്നാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതിക്കണം? ഞാൻ പറയുന്ന പോലെ, ഇപ്പം പറഞ്ഞതുപോലെ എഴുതിക്കണം. ഒരു പ്രശ്നത്തിലോ ജാതകത്തിലോ 4-ൽ ശുക്രൻ നിൽക്കുകയോ, 4-ൽ ശുക്രൻ നിൽക്കുകയോ, ശുക്രൻ 4-ാം ഭാവപതി ആവുകയോ ചെയ്താൽ, മനോഹരമായതും ചിത്രപ്പണികളോട് കൂടിയതുമായ പുതിയ ഗ്രഹം ഉണ്ടാകും. മനോഹരമായതും ചിത്രപ്പണികളോട് കൂടിയതുമായ പുതിയ ഗ്രഹം ഉണ്ടാകും എന്ന് പറയണം.
പുതിയ ഗ്രഹമുണ്ടാകും എന്ന് പറയുന്നു. അടുത്ത ലൈനിൽ എഴുതിക്കൊണ്ട് ഒരു ശ്ലോകം കൂടി പറഞ്ഞുതരാം. ശുക്രേ ശുക്രേ ദീ ദീ ദായില് വള്ളി ദീ ആദ്യത്തെ തായല്ല ദ രാധ എന്നുള്ള ദ ദീ ധർമ്മ ഹസ്തകേ ദീ ധർമ്മ ഹസ്തകേ ശുക്രേ ദീ ധർമ്മ ഹസ്തകേ പാനുയുക്തേ പാനു സൂര്യൻ പാനുയുക്തേ പൗമാട്യേ പൗമാട്യേ ആ ഡാ വന്നിട്ട് ചുഴിപ്പുള്ള ഡാ മുകളിലെ ചുഴിപ്പുള്ള ഡാ ഡപ്പീന്ന് എഴുന്നട ശുക്രേ ദീ ധർമ്മ ഹസ്തകേ പൗമാട്യേ പാനുയുക്തേ പൗമാട്യേ ധാരവൈകല്യമാഹു ധാരവൈകല്യമാഹു സാറേ ഇതൊന്ന് ഗ്രൂപ്പിലിട്ടേക്കണേ സാറേ. ഇതിട്ടേക്കുന്നത് എഴുതണം. ജാതകാദേശം 13-4 ജാതകാദേശം 13-4 പഠിക്കാൻ എളുപ്പമാണ്. ശുക്രേ ദീ ധർമ്മ ഹസ്തകേ പാനുയുക്തേ പൗമാട്യേ ധാരവൈകല്യമാകും. ശുക്രൻ 5, 7, 9 നിൽക്കുകയും ശുക്രൻ 5, 7, 9 എവിടെയെങ്കിലും നിൽക്കുകയും ശുക്രൻ 5, 7, 9 എവിടെയെങ്കിലും നിൽക്കുകയും ആ ശുക്രന് ചൊവ്വയുടെയോ സൂര്യന്റെയോ യോഗം വരികയും ചെയ്താൽ ആ ശുക്രന് ചൊവ്വയുടെയോ സൂര്യന്റെയോ യോഗം വരികയും ചെയ്താൽ തൻ്റെ കളത്രത്തിന് അംഗവൈകല്യം ഉണ്ടാകാനിടവരും. അംഗവൈകല്യം ഉണ്ടാകാനിടവരും. തൻ്റെ കളത്രത്തിന് അംഗവൈകല്യം ഉണ്ടാകാനിടവരും. ഇപ്പോഴും നമ്മൾ ആദ്യം എഴുതിയതും ഇതും കൂടി കോൺട്രഡിക്ഷൻ വരുന്നില്ലേ? പറഞ്ഞു നോക്കണം. ആദ്യം എന്തെന്ന് എഴുതിയത്? ശുക്രനും ചൊവ്വയും കൂടി ഒരു രാശിയിൽ നിന്നാൽ എന്ത് പറഞ്ഞു? പരസ്ത്രീ ബന്ധം. പരസ്ത്രീ ബന്ധം തന്നെ വരണം എന്നുള്ള നിർബന്ധം ഇല്ല. അതാണ് പറഞ്ഞത്, നമ്മൾ ആളുകളെ വരട്ടരുത്. എന്തെങ്കിലും കളത്രത്തിന് എന്തെങ്കിലും അംഗവൈകല്യം, മാനസികമോ ശാരീരികമോ ആയ അംഗവൈകല്യം ഉണ്ടായാലും മതി എന്നാണ് ജാതകാദേശക്കാരൻ പറയുന്നത്. വ്യക്തമായി പറയുന്നു. ഈ 5, 7, 9 പ്രത്യേകത എന്താണ്? 5, 7, 9 നിന്നാൽ എന്നാണ് പറയുന്നത്. അതിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞു നോക്കണം ആരെങ്കിലും. ശുക്രനും ചൊവ്വയും കൂടി 5, 7, 9 നിൽക്കുകയോ ശുക്രനും സൂര്യനും കൂടെ 5, 7, 9 നിൽക്കുകയോ ചെയ്താൽ ധാരത്തിന്, തന്റെ കളത്രത്തിന് അംഗവൈകല്യം എന്തെങ്കിലും ഉണ്ടാകാം. മാനസികമോ ശാരീരികമോ ആയിക്കൊള്ളാം. ഈ 7 നിന്നാൽ പഠിച്ചു. 5നെയും 9നെയും കൂടി വിളിച്ചെന്തിന് പറഞ്ഞു നോക്കണം. ഗുരുവിന്റെ ദൃഷ്ടി അങ്ങനെ എന്തെങ്കിലാണോ? എങ്ങനെ? ഗുരുവിന്റെ ദൃഷ്ടി 5, 9 അങ്ങനെയല്ലേ പോകുന്നത്? ത്രികോണാകൃതി അങ്ങനെയല്ലേ പോകുന്നത്? ലഗ്നവും ലഗ്നത്തിന്റെ 5, 9 ഒരേ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ?
ആ ഉണ്ട് ഉണ്ട്. ലഗ്നത്തിന് തുല്യ പ്രാധാന്യം അതിന്റെ 5-നും 9-നും ഉണ്ട്. അതാണ് 5 9 കൂടി വിളിച്ചത്. മൂലത്രികോണം സാർ. ലഗ്നത്തിന്റെ തുല്യ പ്രാധാന്യം അതിന്റെ 5-നും 9-നും ഉണ്ട്. 7 7 നിന്നാ കുഴപ്പം തന്നെയാണ്. അതാണ് അതിന്റെ അർത്ഥം. അതാണ് 5 7 9-നെ വിളിച്ചത്. അപ്പോൾ 5 7 9 ശുക്രനും ചൊവ്വയും കൂടി ഒരുമിച്ച് നിൽക്കരുത്. അതാണ് അവിടെ വരുന്നത്. ശരി, അടുത്തിനി നമുക്കിത് ഒരുവിധം കൊണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കുറെ കാര്യം പഠിച്ചു. ഇനി അടുത്ത് ശുക്രന്റെ രാശിയെ കുറിച്ച് പഠിക്കണം. ശുക്രന്റെ രാശി അതല്ല ഇടവവും തുലാവും. അതിലാദ്യം ഇടവത്തിനെ കുറിച്ച് പഠിക്കണം. സാറേ ശുക്രനും ബുധനും കൂടെ വന്നാൽ എങ്ങനെ? എങ്ങനെ? ശുക്രനും ബുധനും കൂടെ വന്നാൽ എങ്ങനെ? ശുക്രനും ബുധനും കൂടെ വന്നാലോ? വിഗ്രഹ യോഗം ഇല്ലേ? കുജനല്ല സാർ, ബുധൻ. ബുധൻ ബുധശുക്ര യോഗം പറയില്ല. ഭൂഗണപസിതേന അതോ വാഗ്മി ഭൂഗണപസിതേന എന്ന് പറയും. വാഗ്മിത്വം ഉണ്ടാവും. ഭൂമിയുടെ ആധിപത്യം ഉണ്ടാകും. സിതേന നല്ല വാഗ്മിത്വം. അത് ബുധന്റെ സ്വഭാവമാണ്. വാഗ്മിത്വം എന്ന് പറയുന്നത് ബുധന്റെ സ്വഭാവം. ഭൂമിയുടെ ആധിപത്യവും ഉണ്ടാവും. ഭൂമിയുടെ ആധിപത്യവും, അതായത് ബുധനും ശുക്രനും കൂടി ഒരുമിച്ചാൽ ഭൂമിയുടെ ആധിപത്യവും അതുപോലെ വാഗ്മിത്വവും ഉണ്ടാകും. വാഗ്മിയമായിരിക്കും. വാഗ്മി, നല്ല വാക്ക്, നല്ല സംസാര ശേഷി നല്ല ഉണ്ടാവും. വേണമെങ്കിൽ എഴുതിക്കൊള്ളണം. വാഗ്മി ഭൂഗണപസിതേന. വാഗ്മി ഭൂഗണപസിതേന. ഭൂഗണപസിതേന. ബുധനും ശുക്രനും കൂടി ഒരുമിച്ചാൽ നല്ല വാഗ്മിയായും ഭൂമിയുടെ ആധിപത്യവും ഉണ്ടാകും. നല്ല വാഗ്മിയായും ഭൂമിയുടെ ആധിപത്യവും ഉണ്ടാകും. 14-4 ഓരയില് 14-4 ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ. ഓരയില് 14-4 സെക്കൻഡ് ലൈൻ. സെക്കൻഡ് ലൈനിന്റെ പകുതിയെ വരുള്ളൂ. പിന്നെ മൃദന മായാപ്പടുലഘ സദ്വിദ്യുധനവാദൻ ബുഗുഗുണ ശുക്രേണ യുക്തോ ഗുരു ജ്ഞേയ ശ്മശ്രീകരോ അസിതേന കടകർ ദാസോ അന്നകരോ അഭി എന്നൊക്കെ വരും. ഇനി അടുത്തത് ഇടവൻ രാശിയെ കുറിച്ച് പഠിക്കണം. ശുക്രന്റെ രാശി തീരുമോന്ന് അറിയില്ല, നോക്കാം. സ്പീഡാ പോയാലും പറ്റൂല. ഇടവൻ രാശിയുടെ പ്രത്യേകത കാലപുരുഷന്റെ 2ാം രാശി. അതെല്ലാവർക്കും അറിയാം. ശുക്രന്റെ രാശിയാണ് കാലപുരുഷന്റെ 2ാം രാശി. ശരീരത്തിന്റെ മുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മുഖഭാവത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മുഖം. അത് രാശിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴും മുഖത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞു പോകുന്നത്. മുഖത്തിനെ സൂചിപ്പിക്കുന്നു. ശരീരത്തിന്റെ മുഖത്തിനെ സൂചിപ്പിക്കുന്നു. ശുക്രന്റെ രാശിയാണ്. സ്ഥിര രാശിയാണ്. ശുക്രന്റെ രാശിയാണെങ്കിലും സ്ഥിരരാശിയാവുമ്പോൾ എന്താണ്? എല്ലാ കാര്യങ്ങളിലും ഉറച്ച തീരുമാനം ഉണ്ടാകും. ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ള ആളായിരിക്കും. അതാണ് നമ്മൾ പഠിച്ച 2 പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടാകും. റിജിഡായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. ഉറച്ച തീരുമാനം ഉള്ളവരും അതോടൊപ്പം തന്നെ ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ശരീരത്തിന്റെ മുഖത്തിനെ സൂചിപ്പിക്കുന്നു ശുക്രന്റെ രാശി. ഇവിടെ ചന്ദ്രന് ഉച്ചം, ആർക്കും നീചമില്ല. ചന്ദ്രന് ഉച്ചം, ആർക്കും നീചം ഇല്ല. ഇവിടെ അടയാളം എന്താണ്? ഒരു കാളയാണ് ഇവിടുത്തെ അടയാളം. കാള.
സാറേ എഴുതാനാണോ? വേണ്ട വേണ്ട, രണ്ടാമത് എഴുതാം, ഞാൻ പറഞ്ഞിട്ട് എഴുതാം. കാളയാണ് ചിഹ്നം. കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകൈരത്തിന്റെ പകുതിയാണ് നക്ഷത്രങ്ങൾ. കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരത്തിന്റെ പകുതിയാണ് നക്ഷത്രം. കാർത്തികയുടെ മുക്കാൽ ഭാഗം വെച്ചാൽ രണ്ടാമത്തെ മുക്കാല്, കാർത്തികയുടെ ഒടുവിലത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരത്തിന്റെ പകുതിയാണ് നക്ഷത്രം. ഇത്രയും തന്നെ പ്രധാനമായിട്ട് അതിൻ്റെ സ്വരൂപം പഠിക്കാനുള്ള ഇത്രയും തന്നെ. അപ്പോൾ ഇടവം രാശി സ്ത്രീ രാശിയാണ്, അതാണ് ആദ്യം പറയേണ്ടത്. സ്ത്രീ രാശിയാണ്, സ്ഥിരരാശിയാണ്. സ്ഥിരരാശി എന്ന് പറയുമ്പോൾ ഉറച്ച തീരുമാനമുള്ളവരും ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ശരീരത്തിന്റെ മുഖത്തെ സൂചിപ്പിക്കുന്നു. സ്ത്രീ രാശിയാണ്. കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിന്റെ പകുതിയാണ് നക്ഷത്രം. ശുക്രന്റെ രാശിയാണ്. ചന്ദ്രന് ഉച്ചമാണ്. ഇത്രയൊന്നും എഴുതാം. ഇടവം രാശി, ഇടവം രാശി കാലപുരുഷന്റെ രണ്ടാം രാശിയാണ്. കാലപുരുഷന്റെ രണ്ടാം രാശിയാണ്. ശരീരത്തിൽ മുഖത്തെ സൂചിപ്പിക്കുന്നു. ശരീരത്തിൽ മുഖത്തെ സൂചിപ്പിക്കുന്നു. സ്ത്രീ രാശിയാണ്, സ്ഥിരരാശിയാണ്. സ്ത്രീ രാശിയാണ്, സ്ഥിരരാശിയാണ്. ഉറച്ച തീരുമാനമുള്ളവരും ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ഉറച്ച തീരുമാനമുള്ളവരും ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ശുക്രന്റെ രാശിയാണ്. ചന്ദ്രന് ഉച്ചം. ശുക്രന്റെ രാശിയാണ്, ചന്ദ്രന് ഉച്ചം. ആർക്കും നീചമില്ല. ആർക്കും നീചമില്ല. കാർത്തികയുടെ ഒടുവിലത്തെ മുക്കാൽ ഭാഗവും കാർത്തികയുടെ ഒടുവിലത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരത്തിന്റെ പകുതിയുമാണ് നക്ഷത്രം. രോഹിണിയും മകൈരത്തിന്റെ പകുതിയുമാണ് നക്ഷത്രം. രോഹിണിയും മകൈരത്തിന്റെ പകുതിയുമാണ് നക്ഷത്രം. കാളയാണ് ഇവിടത്തെ അടയാളം. കാളയാണ് ഇവിടത്തെ അടയാളം. സാറേ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും എന്ന് പറയാലോ. അതൊക്കെ ഇനി രാശിയിൽ രാശി പഠിക്കുമ്പോഴേ വരുള്ളൂ. ഇതാ പഠിക്കാൻ പോണു. ഇനി ഓരയില് 16-ല് രണ്ടാമത്തെ പ്രമാണമാണ് പഠിക്കാൻ പോകുന്നത്. തീർന്നില്ല, അത് തുടങ്ങി വരണതേ ഉള്ളൂ.
രണ്ടാമത്തെ പ്രമാണം, അതായത് 16-2. ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. കാന്ത ഖേലഗതി പൃഥൂരുവദനം പൃഷ്ട അസ്യ പാർശ്വേ അങ്കിത ത്യാഗി ക്ലേശസഖ. നിങ്ങൾ പറഞ്ഞതാണ് ക്ലേശസഖ. പ്രഭു കകുദവാൻ കന്യാപ്രജ ശ്ലേഷ്മള പൂർവൈർ ബന്ധുവിരാർജൈർ വിരഹിത സൗഭാഗ്യയുക്ത ക്ഷമി ദീപ്താഗ്നി പ്രമദ പ്രിയ സ്ഥിര സുഹൃത് മധ്യന്ത്യ സൗഖ്യോ ഗവി. ഗവി എന്ന് വെച്ചാൽ ഇടവൻ രാശി. ആദ്യം പറയുന്ന കാന്ത, കാന്തിയുള്ള ശരീരം. ഇത് ആരുടെ സ്വഭാവമാണ്? കാന്തിയുള്ള ശരീരം. ശുക്രന്റെ. ശുക്രൻ നമ്മൾ എന്തത് പഠിച്ചത്? ശുക്രന്റെ പഠിച്ചപ്പോൾ എന്തത് പഠിച്ചത്? ശുക്രന്റെ കാന്തബാബു എന്ന് പഠിച്ചു. ഓർമ്മയുണ്ടോ? ശുക്രനെ പഠിച്ചത് പ്രഭു സുഖി കാന്തബാബു, അതെ. നല്ല കാന്തിയുള്ള ശരീരം എന്ന് പഠിച്ചു. ഓർമ്മയുണ്ടോ? ഇല്ലേ? ഉണ്ട് സാർ ഓർമ്മയുണ്ട്. അത് തന്നെ ഇവിടെ വന്നിരിക്കണം കാന്ത. അവിടെ നല്ല കാന്തിയുള്ള ശരീരമായിരിക്കും, കാണാൻ നല്ല മനോഹരമായ ശരീരം. കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല. ചില ആൾക്കാരെ നമ്മള് കറുപ്പ് നിറമുള്ള ആളുകളെ കണ്ടാൽ കണ്ണെടുക്കാതെ നോക്കിപ്പോവും. അത്ര ഭംഗിയായിരിക്കും. കറുപ്പിന് ഇങ്ങനെയും ഭംഗിയുണ്ടോ എന്ന് തോന്നിപ്പോവും. ഇവിടെ കറുപ്പ് വെളുപ്പെന്നല്ല, അത് പറയാൻ പറ്റൂല. കാന്ത, കാന്തിയുള്ള ശരീരപ്രകൃതം. കേലഗതി. കേലഗതി എന്ന് വെച്ചാൽ വേഗത്തിൽ നടക്കുക. വേഗത്തിൽ നടക്കുന്നത് മാത്രമല്ല, നടത്തത്തിന് ഒരു ഭംഗി ഉണ്ടാവും. കാള നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒതുങ്ങി ഒതുങ്ങി അങ്ങനെ ആടി 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 അതൊരു പ്രത്യേക രീതിയിൽ അങ്ങനെ നടക്കും. വേഗത്തിൽ നടക്കുകയും ചെയ്യും, നടത്തത്തിന് ഭംഗി ഉണ്ടാവും. കേലഗതി. ഗതി എന്ന് വെച്ചാൽ നടത്തം എന്നുള്ള അർത്ഥമാണ്. വേഗത്തിലും ഭംഗിയോടുകൂടിയതുമായ നടത്തം. ഖേലഗതി എന്ന് വെച്ചാൽ വേഗത്തിൽ നടത്തം. പക്ഷെ അങ്ങനെയും ഒരു അർത്ഥം, ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഭംഗിയോടുകൂടിയുള്ള നടത്തം. ഭംഗി, നല്ല ഭംഗി ഉണ്ടാവും. നടക്കണ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അടുത്ത് പൃഥൂരുവദനം. പൃഥു ഊരുവദനം. പൃഥൂരു. പൃഥു എന്ന് വെച്ചാൽ വിശാലമായ, പരപ്പുള്ള. പൃഥു വേറെ മണ്ണിടത്ത് വന്നിരുന്നോ? 2-3 പൃഥു. ഊരു വദനം. വദനം മുഖം. ഊരു എന്ന് വെച്ചാൽ തുട. തുടയും മുഖവും നല്ല പരപ്പുള്ളതായിരിക്കും. തുടയും മുഖവും പരപ്പെന്ന് പറഞ്ഞു കഴിയുമ്പോൾ മുഖവും കാലുമായി കഴിഞ്ഞു. പൃഥു എന്ന് പറഞ്ഞാൽ പൃഥൂരു വദനം. ഊരു എന്ന് വെച്ചാൽ തുട, വദനം മുഖം. മുഖവും തുടയും നല്ല പരപ്പുള്ളതായിരിക്കും. ആദ്യം ശരീരത്തിനെ വർണ്ണിക്കുകയാണ്. കാള അങ്ങനെ തന്നെയാണ്. മുഖമൊക്കെ നല്ല പരപ്പുള്ളതല്ലേ? നല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല മുഖമൊക്കെ തടവാൻ, പട്ടിയോ പൂച്ചയോ പോലെ അല്ലല്ലോ. പശുവും കാളയൊക്കെ നല്ല മുഖമൊക്കെ നല്ല പരപ്പ്, നമുക്ക് തടവാൻ നല്ല രസമായിരിക്കും. നമ്മളിങ്ങനെ പശുവിനെ കാണുമ്പോൾ നമ്മൾ മുഖത്ത് തടവി കൊടുക്കുക, എൻ്റെ നെറ്റിയിൽ തടവി കൊടുക്കും. നല്ല രസമായിരിക്കും. പൃഥൂരുവദനം. തുടയും മുഖവും നല്ല വിശാലമായതായിരിക്കും. വിശാലമായ തുടയും മുഖവും ഉള്ളവരായിരിക്കും പൃഥൂരുവദന. അടുത്ത നോക്കണം. പൃഷ്ഠ ആസ്യ പാർശ്വ അങ്കിത. പൃഷ്ഠഭാഗത്തോ ആസ്യ മുഖത്തോ പാർശ്വഭാഗത്തോ എന്തെങ്കിലും അടയാളം ഉണ്ടാകാൻ ഇടവരും. പശുവിന്, നമ്മൾ പശു കാളക്കൊക്കെ നമ്മളിങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. നല്ല പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്നാണ്. നെറ്റിയിൽ ചുട്ടി, 4 കാലിൽ ചിലമ്പ്, അങ്കവാല്, അടിവയറ്റിൽ മറുക്. ഇനി അതോ ഒന്നുകൂടി ഒരു 5 സ്വഭാവം ഉണ്ടെങ്കിൽ അത് ബെസ്റ്റ് കാള അല്ലെങ്കിൽ പശു എന്നർത്ഥം. നെറ്റിയിൽ ചുട്ടി എന്ന് വെച്ചാൽ നെറ്റിയില് ഒരു വെള്ള പൊട്ട് പോലെ കിടക്കും. വെള്ള പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള മുടിയായിരിക്കും. ഇവിടെ നെറ്റിയിൽ വെള്ളമുടി. വെള്ളമുടി നെറ്റിയിൽ വന്നിട്ട് നെറ്റിയിൽ പൊട്ട് പോലെ തോന്നും. നെറ്റിയിൽ ചുട്ടി എന്ന് പറയും. 4 കാലിൽ ചിലമ്പ്. 4 കാലിലും വെള്ള മുടി കൊണ്ട് ചിലമ്പ് പോലെ ഇരിക്കും. ചിലമ്പ് പോലെ. 4 കാലിൽ ചിലമ്പ്, നെറ്റിയിൽ ചുട്ടി, 4 കാലിൽ ചിലമ്പ്, അങ്കവാല്, വാലിൽ വെള്ള നിറം ഉണ്ടാവും, അടിവയറ്റിൽ മറുക്. ഇനി ഒന്നുകൂടി ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ? നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് അറിയാൻ കഴിയും.
ഇതൊക്കെ പശു കാളയുടെ ചിഹ്നമാണ്. നല്ല ഒത്ത പശു, നല്ല ഐശ്വര്യമുള്ള പശു, ഐശ്വര്യമുള്ള കാളയാണെങ്കിൽ ഈ സ്വഭാവം ഉണ്ടാകും. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. പൂഞ്ഞയുണ്ടല്ലോ, പൂഞ്ഞ ഏഹ് പൂഞ്ഞ പൂഞ്ഞ നല്ല ഇതായിട്ടുള്ള പൂഞ്ഞ. കേട്ടില്ല. പൂഞ്ഞ പറയാ, പുറത്ത് പൂഞ്ഞ, നല്ല പൂഞ്ഞ ഉണ്ടാവുമല്ലോ. പൂഞ്ഞ ഉണ്ട്, അത് വേറെ, അത് നമുക്ക് ഇനിയിപ്പം വരും. പൂഞ്ഞ വരും. ഞാൻ പറഞ്ഞ ഇവിടെ പൃഷ്ഠ അസ്യ പാർശ്വേ അങ്കിത, അങ്ങനെ എടുക്കേണ്ട വഴിയാണ്. ആ ശ്ലോകം ബുക്കുള്ളവർ ആ ശ്ലോകം കൂടി കയ്യിൽ വച്ചേക്കുക, നോക്കിക്കൊണ്ടിരുന്നാൽ മതി. പൃഷ്ഠ ആസ്യ പാർശ്വേ അങ്കിത, ഇങ്ങനെ എടുത്താലേ ഉപയോഗമുള്ളൂ. പൃഷ്ഠഭാഗത്തോ, ആസ്യ മുഖത്തോ, പാർശ്വഭാഗത്തോ അങ്കിത എന്തെങ്കിലും അടയാളം ഉണ്ടാവും. അടയാളം വെച്ചാൽ കറുത്ത മറുക് എന്നൊക്കെ പറഞ്ഞു, പിന്നെ വെളുത്തതോ കറുത്തതോ ആയ മറുകുണ്ടാവും. മാക്സിമം ഉണ്ടാകാൻ ഇടവരും. അപ്പോൾ കാന്ത കേലഗതി ഋതൂരു വദനം പൃഷ്ഠ അസ്യ പാർശ്വ അങ്കിത ഒരു വരിയായി. ഇങ്ങനെ പഠിക്കണം. പാട്ട് നമ്മൾ ഈണത്തിൽ പാടി വരുന്നത് നല്ലത് തന്നെ, പക്ഷെ പിരിച്ചെടുക്കാനും കൂടി അറിഞ്ഞിരിക്കണം. കാന്തിയുള്ള ശരീരപ്രകൃതം, വേഗത്തിലും ഭംഗിയോടുകൂടിയുള്ള നടത്തം, പരപ്പുള്ള മുഖവും തുടയും ഉള്ളവര്, പൃഷ്ഠഭാഗത്തോ മുഖത്തോ അല്ലെങ്കിൽ പാർശ്വഭാഗത്തോ എന്തെങ്കിലും അടയാളങ്ങൾ ഉള്ളവരായിരിക്കും. ത്യാഗം സഹിക്കുന്നവരായിരിക്കും. ത്യാഗം സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളയുടെ സ്വഭാവം അറിയാമല്ല. എത്ര എടുത്ത തോളിൽ കയറ്റി വെച്ചു കൊടുത്താലും പാവം കൊണ്ടുപോകും. ഇപ്പോഴാണ് കാളവണ്ടികളില്ലാത്ത. മുമ്പ് കാളവണ്ടികൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. നമ്മളൊക്കെ കൊച്ചിലെ കണ്ടിട്ടുണ്ട്. കരഞ്ഞു പോകുന്നു. അതിനായിട്ട് വലിക്കിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. ഇപ്പോഴതൊക്കെ നിരോധിച്ചെന്ന് തോന്നുന്നു. ഇപ്പൊ അങ്ങനെ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. ത്യാഗി ക്ലേശസഖ, നിങ്ങൾ പറഞ്ഞതാണ്. ഏത് ക്ലേശവും സഹിക്കാൻ കഴിവുള്ള ത്യാഗിയായും ത്യാഗശീലമുള്ളവരും ഏത് ക്ലേശവും സഹിക്കുന്നവരുമായിരിക്കും. അത് തന്നെ പറയുന്നത്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ കൊലയൊക്കെ, ഈ ചന്തമുറയ്ക്ക് ചന്തയ്ക്കുള്ള സാധനങ്ങൾ, തേങ്ങ, ചക്ക, കൊല, വാഴക്കൊല, ഇതൊക്കെ കയറ്റി ഇറക്കി വലുതായിട്ട് കയറ്റി ഇറക്കി കൊണ്ടുപോകും. 2 കാളയെ 2 സൈഡായിട്ട് കെട്ടി കാളവണ്ടിയിൽ കൊണ്ടുപോകും. അപ്പോൾ ക്ലേശം സഹിക്കുന്നവരായിരിക്കും. ത്യാഗശീലമുള്ളവരും ക്ലേശം സഹിക്കുന്നവരായിരിക്കും. പ്രഭു, അത് കഴിഞ്ഞിട്ട് പറയുന്നത് പ്രഭുത്വമുള്ളവര്, നല്ല പ്രഭുത്വമുള്ളവരായിരിക്കും. ത്യാഗശീലമുള്ളവരും പ്രഭുത്വമുള്ളവരുമായിരിക്കും. പ്രഭു. കകുതവാൻ കന്യാപ്രജ. കകുതവാൻ എന്ന് വെച്ചാൽ പൂഞ്ഞ. നിങ്ങൾ പറഞ്ഞില്ലേ, കഴുത്തിൽ ഒരു പൂഞ്ഞായിരിക്കും. അതായത് ഈ ഇടവൻ രാശിക്കാരെ, ഇടവ ലഗ്നക്കാരൊക്കെ നമ്മൾ സാധാരണയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ കഴുത്തിന്റെ താഴെ കാളകിരിക്കുന്നത് പോലെ ഒരു പൂഞ്ഞ ഉണ്ടാവാൻ വഴിയുണ്ട്. ഒത്ത ഇടവൻ രാശിയാണെങ്കിൽ, ഒത്ത ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ ഇടവൻ രാശിയുടെ അധിപനായ ശുക്രൻ അവിടെ എന്തെങ്കിലും ഒരു ബന്ധം വേണം. ശുക്രൻ അവിടെ നിൽക്കുകയോ നോക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റാ ഉണ്ടാവും. പൂഞ്ഞ, കകുതവാൻ, പൂഞ്ഞ പോലുള്ള ഒരു മുഴ കഴുത്തിലുണ്ടാകും. കഴുത്തിന് താഴെയായി പൂഞ്ഞ പോലുള്ള ഒരു മുഴയുണ്ടാകും. അപ്പോൾ ത്യാഗശീലമുള്ളവരും ഏത് ക്ലേശം സഹിക്കുന്നവരും പ്രഭുത്വമുള്ളവരും കഴുത്തിന് കീഴ്ഭാഗത്ത് ഒരു പൂഞ്ഞ ഉള്ളവരും ആയിരിക്കും. കന്യാപ്രജ, പെൺകുട്ടികളായിരിക്കും കൂടുതൽ. ഒരു കന്യാപ്രജയായിരിക്കും, അവർക്ക് പെൺകുട്ടികളായിരിക്കും കൂടുതലും കിട്ടുന്നത്. ഈ ഇടവൻ രാശിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അറിയാമോ? ഇടവം, ചിങ്ങം, വൃശ്ചികം 3 സ്ഥിരരാശിയും കന്നി, ഈ 4 രാശിക്കും ഒരു പ്രത്യേകത പറഞ്ഞു തന്നിട്ടുണ്ട്. ഇടവം, ചിങ്ങം, സന്താനം കുറവായിരിക്കും. വൃശ്ചികം, കന്നി. എന്താണ്? സന്താനം. അതെ, അല്പപുത്ര രാശികളാണ്. പുത്രന്മാർ കുറഞ്ഞിരിക്കും. അതിന്റെ കാര്യം എന്താണ്? കന്യാപ്രജ പെൺകുട്ടികളായിരിക്കും കൂടുതലെന്ന് പറയുന്നുണ്ട്. ഇടവൻ രാശി അല്പപുത്ര രാശികളിൽ ഒന്നാണ്. അല്പപുത്ര രാശി എന്ന് പറയേണ്ട റീസൺ, നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള റീസൺ എന്തായിരിക്കാം? 5ാമത്തെ രാശി കന്നി ആയതുകൊണ്ടാണ് സാർ. 5ാമത്തെ രാശി കന്നിയല്ലേ സാർ?
അതെ, അത് തന്നെ. സ്ത്രീ രാശി ഏതുണ്ട്? സന്താനത്തിനെ ചിന്തിക്കുന്നത് 5ാം ഭാവം കൊണ്ടാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇടവൻ രാശി ലഗ്നമായിട്ട് വന്നാൽ അതിന്റെ 5ാം രാശി കന്നി തന്നല്ലോ. തന്നെ അതെ സാർ. നമ്മളിപ്പോ ഇടവൻ രാശിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇടവൻ രാശി ലഗ്നക്കാരന് സന്താനം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ 5 നോക്കും. 5 കന്നി. ആ കന്നിയില് ഈ ഇടവൻ രാശിക്ക് കന്നിയിലുള്ള ബന്ധം എന്താണെന്ന് നോക്കണം. ശുക്രന്റെ നീചരാശി. ഇടവൻ രാശിയുടെ അധിപനായ ശുക്രന് അവിടെ നീചമാണ്, നീച അവകാശം. അപ്പോൾ സന്താന വിഷയത്തിൽ കുഴപ്പമുണ്ടാവുമെന്ന് അർത്ഥം. നീച അവകാശം ഉണ്ട് അവിടെ, നീചമാണ്. അവിടെ വരുമ്പോഴാണ് നീചം വരുന്നത്. ഇടവൻ രാശിക്കാരന്, ഇടവൻ രാശിയുടെ അധിപനായ ശുക്രന് നീചം വരുന്നത് അതിന്റെ 5ആയ കന്നിയിൽ. അതുകൊണ്ടായിരിക്കാം കന്യാപ്രജ എന്നൊക്കെ പറഞ്ഞതും ഇതിന് അല്പപുത്ര രാശി എന്ന് പറയുന്നത്. ഇനി വേറെയും ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, അതും ശരിയാണ്. ചില ആചാര്യന്മാർ പറയുന്നത് ഇടവൻ രാശി എന്തോന്നാണ്, സിമ്പൽ എന്തോന്നാണ്? കാളയല്ലേ? കാള, പശു. ശരി തന്നെ. മറ്റ് മൃഗങ്ങളെ പട്ടി, പൂച്ച, കോഴിയൊക്കെ അപേക്ഷിച്ച് കാളയ്ക്ക് സന്താനം കുറവാണ്. 1 അല്ലെങ്കിൽ 2, ഒരു കുട്ടിയേ ഉണ്ടാവുള്ളൂ. കാള എന്ന് വെച്ചാൽ പശുവിനെ എടുക്കണം, ഒരു കുട്ടിയേ ഉണ്ടാവുള്ളൂ. അതുപോലെ പിന്നെ സിംഹത്തിനൊക്കെ, സിംഹം, അതിന് ഒരു കുട്ടിയേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പട്ടിക്കാണെങ്കിൽ 7, 8 എണ്ണം കാണും, പൂച്ചയ്ക്ക് 7, 8 കാണും, ആടിന് 2, 3 കാണും. പശുക്കുട്ടി സാധാ ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ. പിന്നെ ബൈ ചാൻസിൽ മനുഷ്യനെ പോലെ പറയും, മനുഷ്യന്റെ അതേ സ്വഭാവം തന്നെ. ബൈ ചാൻസിൽ ചിലപ്പോൾ 2 എണ്ണം ഉണ്ടാവാം, 1 കാണുള്ളൂ. അങ്ങനെയും അങ്ങനെ സന്താനം കുറവുള്ള ഒരു സിമ്പലാണ് അവിടെ വരുന്നത്. അങ്ങനെയും പറയാറുണ്ട്. അതിനും ലോജിക്കുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല, നല്ല ലോജിക്കുണ്ട്. ഇനി 5 നീചാവകാശം പറഞ്ഞില്ല അല്ലേ? 5 നീചാവകാശം പറഞ്ഞില്ലേ? പറഞ്ഞു സാർ, പറഞ്ഞു. 9 നോക്കണം. 9 ഏത് രാശി വരും? ഇടവത്തിന് 9 ഏത് വരും? മകരം. ആ മകരത്തിലെ സന്താന കാരകനായ വ്യാഴത്തിന് നീചം 1, 5, 9. അപ്പോഴെന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിശയമുള്ളൂ. 5 ലഗ്നാധിപന് നീചം, അതിന്റെ 9 നോക്കുമ്പോൾ ത്രികോണം 1 പോലെ പ്രാധാന്യം 5നും 9നും ഉണ്ട്. കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ നമ്മള്. 9 സന്താന കാരകനായ വ്യാഴത്തിന് നീചം. അങ്ങനെയൊക്കെ പറയാം. കന്യാപ്രജ, അതാണ് കന്യാപ്രജ എന്ന്. ത്യാഗം സഹിക്കുന്നവരും ക്ലേശം സഹിക്കുന്നവരും പ്രഭുത്വം ഉള്ളവരും കഴുത്തിന്റെ താഴെ ഒരു പൂഞ്ഞ പോലുള്ള അടയാളമുള്ളവരും ആയിരിക്കും കന്യാപ്രജ. പെൺകുട്ടി സന്താനം കൂടുതലായിരിക്കും. ശ്ലേഷ്മള, കഫപ്രകൃതം. കഫപ്രകൃതം വെച്ചാൽ കാള കണ്ടിട്ടില്ലേ, നടക്കുമ്പോൾ മൂക്കി കൂടി വലിഞ്ഞുകൊണ്ടിരിക്കും. കഫപ്രകൃതമുള്ളവരും ആയിരിക്കും ശ്ലേഷ്മള. ഇനി അടുത്തത് സെന്റൻസ് നമ്മൾ വളരെ സൂക്ഷിച്ച് കാണാതെ പഠിച്ചു വെച്ചേക്കണം. അത് പ്രശ്നത്തിനൊക്കെ എപ്പോഴും ആവശ്യം വരും. പൂർവൈർ ബന്ധുവീരാത്മജൈർ വിരഹിത. പൂർവൈർ, അത് എടുത്ത് വായിക്കാനൊക്കെ നല്ല പാടാണ്. പൂർവൈർ ബന്ധുവീരാത്മജൈർ വിരഹിത. പൂർവീകമായിട്ടുള്ള അല്ലെങ്കിൽ മുൻപുള്ള സന്താനങ്ങളെയോ ഇഷ്ടപ്പെട്ട ബന്ധുക്കളെയോ വിട്ടുപിരിഞ്ഞ വിരഹ ദുഃഖം ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. ഉറ്റ ബന്ധുക്കളെയോ സന്താനങ്ങളെയോ വിട്ടുപിരിഞ്ഞ വിരഹ ദുഃഖം ഇവരെ മനസ്സിന് എപ്പോഴും തളം കെട്ടി നിൽക്കും. അത് ഒരു ടൈം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒരു 10, 20, 30 വയസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ, കുട്ടിക്കാലത്ത് ഉണ്ടാകണമെന്നുള്ള നിർബന്ധമൊന്നും പറയാൻ പറ്റൂല. ഒരു 10, 30 വയസ്സ് കഴിഞ്ഞ് വരുമ്പോൾ ഇവർക്ക് ആരെയെങ്കിലും വിട്ടുപിരിഞ്ഞ വിരഹ ദുഃഖം ഇവരെ മനസ്സിലെ തളം കെട്ടി നിൽക്കും. ഇപ്പൊ എല്ലാവർക്കും വിരഹ ദുഃഖം ഇല്ലാത്തവരാരുമില്ല, അങ്ങനെയല്ല. ഇവരൊക്കെ അത്
ഇവരെ പിടിച്ചു കുലുക്കത്തക്ക രീതിയിലുള്ള ഒരു വിരക ദുഃഖം, സന്താനത്തിൻ്റെയോ അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കളുടെയോ ഒരു വിരക ദുഃഖം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ഒന്നുമില്ലെങ്കിലും തൻ്റെ മകൻ തന്നെ നോക്കാതെ അല്ലെങ്കിൽ വീട്ടിൽ ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഇരുന്നാലും മതിയാവും. മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും മതിയാവും. അത് പറയാൻ പറ്റൂല. പൂർവൈർ ബന്ധുവിരാജ്ഞേർ ആത്മജേർ വിരഹിത. പൂർവൈർ പൂർവികമായിട്ടുള്ള ബന്ധു വിരാത്മജേർ ആത്മബന്ധുവിനെയോ ആത്മജത്തിനെയോ സന്താനത്തിനെയോ വിട്ടുപിരിഞ്ഞ വിരഹ ദുഃഖം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. സൗഭാഗ്യയുക്ത ക്ഷമി, സൗഭാഗ്യമുള്ളവരായിരിക്കും, ക്ഷമിക്കാൻ കഴിവുള്ളവരായിരിക്കും. ദീപ്താഗ്നി അഗ്നിബലം, ദീപ്താഗ്നി എന്ന് വെച്ചാൽ വിശപ്പ്, ഭയങ്കര വിശപ്പുള്ള ആളായിരിക്കും. ഈ വിശപ്പിനെ കുറിച്ച് പറയേണ്ട കാര്യം അതിന്റെ കാര്യം എന്താണെന്ന് നോക്കണം. ഈ വിശപ്പ് നമ്മൾ ചന്ദ്രനെ കുറിച്ച് പഠിച്ചപ്പോഴും ഒരു കാര്യം പറഞ്ഞു. ചന്ദ്രൻ ആഹാരത്തിന്റെ ആളാണ്. ചന്ദ്രൻ ഏത് ഭാവത്തിൽ നിന്നാൽ വിശപ്പ് കൂടുതലായിരിക്കും പറഞ്ഞ ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ വരണം, പറഞ്ഞു നോക്കണം. ചന്ദ്രൻ 2-ലാണോ സാറേ? ചന്ദ്രൻ ഉച്ചത്തില് 2-ല് വരാൻ നേരത്ത് ഇവിടെ ചന്ദ്രൻ ഉച്ചമായതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോഴെന്തോന്ന് ദീപ്താഗ്നി, ദീപ്താഗ്നി എന്ന് വെച്ചാൽ വിശപ്പ് സഹിക്കാത്തവരായിരിക്കും, ഭയങ്കര വിശപ്പായിരിക്കും. ചന്ദ്രൻ ഉച്ചം, ചന്ദ്രൻ ആഹാരത്തിന്റെ ആളാണ്. ചന്ദ്രൻ ആഹാരത്തിന്റെ ആളതാണ്. അവിടെ ഉച്ചം വന്നത് കൊണ്ടായിരിക്കാം വിശപ്പ് പറയുന്നത്. കൂടെ ഉള്ളവർക്കും ഭക്ഷണം കിട്ടും അല്ലേ സാർ എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ല. കൂടെ ചന്ദ്രന് ബലമുണ്ട്. ഒരാളിന്റെ കൂടെ പോയാൽ ആ പോണ ആളിനും കൂടെ കിട്ടും എന്നുള്ളതാണ്. ചന്ദ്രന്റെ ബലം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ചന്ദ്രന്. അതത് ആഹാരത്തിന്റെ കാരകനായ ചന്ദ്രന് ഉച്ചം, അതാണ് അങ്ങനെ പറയാൻ കാര്യം. ദീപ്താഗ്നി പ്രമദാപ്രിയ, പ്രമദാപ്രിയ എന്ന് വെച്ചാൽ എന്താണ്? പ്രമദാപ്രിയ സ്ത്രീകളിൽ പ്രീതിയുള്ളവരായിരിക്കും. പ്രമദാപ്രിയ എന്ന് വെച്ചാൽ സ്ത്രീകളിൽ പ്രീതിയുള്ളവരായിരിക്കും. അത് എല്ലാ രാശിക്കും ഒന്ന് പറയുന്നുണ്ട്. സ്ത്രീകളിൽ പ്രീതി പറയും. മേടത്തിന് കാമി അങ്ങനാ വല്ലഭ എന്ന് പറയുന്നുണ്ട്. ഇടവത്തിന് പ്രമദാപ്രിയ എന്ന് പറയുന്നുണ്ട്. മിഥുനത്തിന് സ്ത്രീലോല ക്ലീബൈര്യാതിരതി എന്ന് പറയുന്നുണ്ട്. കർക്കടകത്തിന് സ്ത്രീ നിർജിത എന്ന് പറയുന്നുണ്ട്. ചിങ്ങത്തിന് സ്ത്രീ ദ്വേഷി എന്ന് പറയുന്നുണ്ട്. കന്നിക്ക് സുരതപ്രിയ എന്ന് പറയുന്നുണ്ട്. തുലാത്തിന് സ്ത്രീ ജിത എന്ന് പറയുന്നുണ്ട്. വൃശ്ചികത്തിന് അഗമ്യ ജരാങ്കന, മകരത്തിന് അഗമ്യ ജരാങ്കനാഥു എന്ന് പറയുന്നു. കുംഭത്തിന് പരവനിതാർത്ഥ പാപനിരത എന്ന് പറയുന്നുണ്ട്. മീനത്തിന് ധാരവാസോ അനുരക്ത എന്ന് പറയുന്നുണ്ട്. സ്ത്രീ ജിത എന്ന് പറയുന്നു. ഇതൊക്കെ എല്ലാ രാശിക്കും സ്ത്രീകളെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് പോകും. അതിൽ വലിയ കാര്യമൊന്നും എടുക്കണ്ട. മേടത്തിൽ നമ്മൾ പഠിച്ചു കാമി, ദുർബല, ജാനു, അസ്ത്രധന, ശൂര, അങ്ങനാ വല്ലഭ എന്ന് പഠിച്ചു. ഇപ്പൊ ഇടവത്തിന് പ്രമദപ്രിയ, സ്ത്രീകളിൽ പ്രീതിയുള്ളവരായിരിക്കും. പിന്നെ ഒന്നുകൂടി പറഞ്ഞിട്ട് നിർത്തുന്നു. അതോടെ പ്രമദപ്രിയ സ്ഥിര സുഹൃത്ത്, സ്ഥിരമായ സുഹൃത്തുണ്ടാകും. മധ്യ അന്ത്യ സൗഖ്യം, ജീവിതത്തിന് ഒരു ഇടവൻ രാശിയിലുള്ള ഒരാളിന്റെ ആയുസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അയാൾ 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെങ്കിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20, 40, 60. ആദ്യത്തെ ഭാഗം കുറെ കഷ്ടമായിരിക്കും, 2ഉം 3ഉം ഭാഗം നല്ല സുഖമായിരിക്കും എന്നാണ്. മധ്യ അന്ത്യ സൗഖ്യം, ജീവിതത്തിന്റെ മധ്യഭാഗവും അന്ത്യഭാഗവും സുഖമുള്ളതായിരിക്കും. ജീവിതത്തിന്റെ മധ്യഭാഗവും അന്ത്യഭാഗവും സുഖമുള്ളതായിരിക്കും, സുഖജീവിതമായിരിക്കും. അപ്പോൾ കാന്തിയുള്ള ശരീരം, കേലഗതി, വേഗത്തിലും ഭംഗിയുള്ളതുമായ നടത്തം, പൃഥൂരുവദനം, പരപ്പുള്ള മുഖവും തുടകളും, പൃഷ്ടാസ്യ പാർശ്വാൻകിത, പൃഷ്ഠത്തോ പാർശ്വഭാഗത്തോ മുഖത്തോ എന്തെങ്കിലും അടയാളമോ എന്തെങ്കിലും ഉണ്ടാകും. ത്യാഗം സഹിക്കുന്നവരായിരിക്കും, ത്യാഗി, ക്ലേശം സഹിക്കുന്നവരായിരിക്കും. പ്രഭുത്വമുള്ളവരാണ്. കകുതവാൻ, കഴുത്തിന് താഴെ പൂഞ്ഞ പോലുള്ള ഒരു അടയാളം ഉണ്ടാവും. കന്യാപ്രജ, അതിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പെൺകുട്ടികളായ സന്താനങ്ങൾ ഉള്ളവരായിരിക്കും. പിന്നെ അല്പപുത്ര രാശിയാണ്. അതിന്റെ കാരണം പറഞ്ഞു. ഇങ്ങനെ ലഗ്ന 5ആം ഭാവം കൊണ്ടാണ് സന്താനത്തിനെ ചിന്തിക്കുന്നത്. ലഗ്നാധിപനായ ശുക്രന് 5-ല് നീചം,
സന്താനകാരകന് 9 നീചം. ശ്ലേഷ്മള കഫപ്രകൃതമുള്ളവര്, പൂർവ്വർ ബന്ധുവിരാത്മജർ വിരഹിത പൂർവ്വ ഭംഗിയുമുള്ള നടത്തമുള്ളവരും പരപ്പുള്ള തുടകളും മുഖവും ഉള്ളവരും, പരപ്പുള്ള തുടയും മുഖവും ഉള്ളവരും, പരപ്പുള്ള തുടയും മുഖവും ഉള്ളവരും, പൃഷ്ഠത്തിലോ പാർശ്വഭാഗത്തോ മുഖത്തോ, പൃഷ്ഠത്തിലോ പാർശ്വഭാഗത്തോ മുഖത്തിലോ മറുകോ മറ്റ് അടയാളങ്ങളോ ഉള്ളവരായും കാണപ്പെടും. ത്യാഗശീലമുള്ളവരും ഏത് ക്ലേശം സഹിക്കുന്നവരുമാണ്. പ്രഭുത്വമുള്ളവരും കഴുത്തിന് താഴെ ഊഞ്ഞ പോലുള്ള മുഴ ഉള്ളവരും, ഊഞ്ഞ പോലുള്ള മുഖമുള്ളവരും, കഫപ്രകൃതം ഉള്ളവരുമായിരിക്കും. അടുത്ത ലൈനിൽ എഴുതിക്കൊണ്ട് പെൺസന്താനങ്ങൾ കൂടുതലുള്ളവരായിരിക്കും. ഇടവം രാശി അല്പപുത്ര രാശിയാണ്. സാർ, ഈ അല്പപുത്രം ഉദ്ദേശിക്കുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവാലോ അല്ലേ? അല്പപുത്ര രാശി എന്ന് വെച്ചാൽ സന്താനമേ കുറവെന്നുള്ള അർത്ഥം. പുത്ര എന്ന് വെച്ചാൽ പുത്രനും പുത്രിയും ആയിക്കൊള്ളാം. പറയുമ്പോൾ പുല്ലിംഗ ശബ്ദത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സ്ത്രീലിംഗ ശബ്ദവും പുല്ലിംഗ ശബ്ദവും എടുക്കാം. പുത്രന്മാരുടെ അല്ലെങ്കിൽ പുത്രിമാരുടെ എണ്ണം കുറവായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഹലോ, ശരി സാർ. അവിടെ ഈ സ്ത്രീ സന്താനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പുത്രരാശി ആണ്. ഇടവൻ രാശിക്ക് ലഗ്നാധിപനായ ശുക്രന് അതിന്റെ 5ആയ കന്നിയിൽ നീചമാണ്. ലഗ്നാധിപനായ ശുക്രന് അതിന്റെ 5ആയ കന്നിയിൽ നീചമാണ്. സന്താനകാരകനായ വ്യാഴത്തിന് 9 നീചമാണ്. സന്താനകാരകനായ വ്യാഴത്തിന് 9 നീചമാണ്.
അതുകൊണ്ടാകാം അല്പപുത്രരാശി എന്ന് പറയുന്നത്. അതുകൊണ്ടാകാം അല്പപുത്രരാശി എന്ന് പറയുന്നത്. അടുത്ത ലൈനില് പൂർവീകമായിട്ടുള്ള ബന്ധുക്കളെയോ സന്താനങ്ങളെയോ വിട്ടുപിരിഞ്ഞ വിരഹ ദുഃഖം പൂർവീകമായ ബന്ധുക്കളെയോ സന്താനങ്ങളെയോ വിട്ടുപിരിഞ്ഞ വിരഹ ദുഃഖം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. സൗഭാഗ്യമുള്ളവരും ക്ഷമയുള്ളവരും സ്ഥിര സുഹൃത്തുക്കളുള്ളവരുമായിരിക്കും. സൗഭാഗ്യമുള്ളവരും സ്ഥിരമായ സുഹൃത്തുക്കളുള്ളവരുമായിരിക്കും. നല്ല വിശപ്പുള്ളവരും സ്ത്രീകളിൽ പ്രീതിയുള്ളവരും ജീവിതത്തിന്റെ മധ്യഭാഗവും അന്ത്യഭാഗവും സുഖലോലുപമായി ജീവിക്കുന്നവരുമായിരിക്കും. ജീവിതത്തിന്റെ മധ്യഭാഗവും അന്ത്യഭാഗവും സുഖമനുഭവിക്കുന്നവരുമായിരിക്കും. ശരി, ഓക്കെ. ഇനി അടുത്ത ക്ലാസ്സിൽ തുലാൻ രാശി പഠിക്കണം. തുലാൻ രാശി പഠിച്ചിട്ട് ശനിയെ കുറിച്ച് പഠിക്കും. വീട്ടിൽ വെച്ച് വായിക്കുന്നുണ്ടോ? എല്ലാവരും വായിച്ച് മനസ്സിലാക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ട് സാർ, വായിക്കുന്നുണ്ട്. വായിക്കണം. ഇത് വായിച്ച് വേറെയും നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതും കൂടിയൊക്കെ വായിച്ചോളണം. ശരി, ഓക്കെ. എന്നതൊക്കെ മതിയല്ലോ. മതി സാർ, നന്ദി സാർ. നമസ്തേ. താങ്ക് യു സർ. ഓക്കെ. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ശുഭരാത്രി.